കർത്താവിന്റെ വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്കുകൂടെ കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സർവ്വപിതാവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ കർത്താവേ. യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ തന്നെയും കർത്താവേ സമ്പൂർണമായിട്ടും അവിടുത്തെ മുമ്പാകെ ഒരു പൂജ്യമായിട്ട് ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവേ, സർവശക്തനായ ദൈവം, ഞങ്ങളെ സൃഷ്ടിച്ചവനായ ദൈവം, അമ്മയുടെ ഉദരത്തിൽ ഞങ്ങളെ ഉരുവാക്കിയ ആ തിരുക്കരങ്ങൾ കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ എന്തുള്ളൂ, ഞങ്ങളുടെ എല്ലാ അവസ്ഥകളും അവിടുന്ന് അറിയുന്നു. കർത്താവേ, ഇവിടെ കൂടി വന്നിരിക്കുന്ന ഒരു ആൺകുഞ്ഞിന്റെയും പെൺകുഞ്ഞിന്റെയും കർത്താവേ ഹൃദയത്തിലെ പ്രയാസങ്ങളും ഭാരങ്ങളും അവരുടേതായ പോരാട്ടങ്ങളും അവരുടെ നൊമ്പരങ്ങളും വേദനകളും അവരുടെ കർത്താവേ അവസ്ഥകളും എല്ലാം അവിടത്തേക്ക് അറിയാം. യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. അവിടുന്ന് തന്നെ ഞങ്ങളോട് നിറമായി സംസാരിക്കണം. കർത്താവേ, അവിടുത്തെ രക്തത്താല് കർത്താവെ ഞങ്ങളെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് വേദന ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ കർത്താവ് ഇപ്പോൾ തന്നെ അത് അങ്ങയോട് നീറ്റ് പറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവെ അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നാട്ടെ. ഒരു നല്ല മനസ്സാക്ഷിയോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. അതെ കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണം. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണം. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കാനുള്ള ശ്രദ്ധിച്ച് കേൾപ്പാൻ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കണം കർത്താവെ. അവിടുത്തെ പുനരാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഞങ്ങൾ ഓരോരുത്തരും കുറയട്ടെ. അവിടുന്ന് മാത്രം ഞങ്ങളെ വളർന്ന് വലുതാകട്ടെ. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേനാണ്. ആമേൻ. ഇവിടെ പള്ളിപ്പാട് ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്ത് ഇങ്ങനെ നിങ്ങളെ യുവാക്കളുമായിട്ടൊക്കെ കുറച്ച് സമയം കിട്ടിയതിൽ ഒത്തിരി സന്തോഷം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവമക്കളുടെ ഹൃദയങ്ങളെ, അവരുടെ ഭാരത്തെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. യുവാക്കൾക്കായിട്ട് ഇങ്ങനെ ഈ അവധിക്കാലത്തൊക്കെ ഒരു ക്യാമ്പ് നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താ? നമ്മളെ ഒരുപാട് ചർച്ച് മീറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ, ഒരുപാട് പ്രോഗ്രാംസും ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നവരാ. എന്നാ നിങ്ങളുടെ യുവാക്കൾക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും എന്നെ കാണുന്ന രീതിയിൽ ഇരിക്കുവാണെങ്കിൽ, കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി ഇങ്ങോട്ട് ഇരിക്കുവാണെങ്കിൽ എനിക്ക് നിങ്ങൾ എല്ലാവരും മുഖം കാണാം. അവിടെ മറഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങളും കൂടി ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ഇരുന്നു. ഓക്കെ. അപ്പൊ നമ്മള് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയാനൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അത് മാത്രമല്ല, ഒരു ക്വസ്റ്റ്യൻ ബോക്സ് സെറ്റ് ചെയ്തായിരുന്നവനും ക്വസ്റ്റ്യൻ ബോക്സ് ആ ബോക്സ് ആയിട്ട് കൊണ്ടുപോകുന്നില്ലെന്ന് തോന്നല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓരോ പേപ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഇതിന് ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള അടുത്ത സെഷന് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ, ഇപ്പം ഒരുപക്ഷെ പരസ്യമായിട്ട് എഴുന്നേറ്റ് ചോദിക്കാനൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ കാണാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടേതായ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ എഴുതി ചോദിക്കണം എന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ആത്മീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങളുടെ മനസ്സിന്റെ, ഞാനൊരു മനസ്സിന്റെ ഡോക്ടറും കൂടെ, അപ്പൊ മനസ്സിന്റെ അവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എന്തെങ്കിലും ചില പരിഭവങ്ങളോ വേദനയോ പരാതിയോ പോരാട്ടമോ സ്ട്രഗിൾസ്, ഫൈറ്റ്, അല്ലെങ്കിൽ ചില ബന്ധനങ്ങൾ, ചില അഡിക്ഷൻസ്, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളെ എങ്ങനെയൊക്കെ ആ കാര്യങ്ങളൊക്കെ ചില നിങ്ങളുടേതായ ചില ഡൗട്ടുകളും ചോദ്യങ്ങളും ഒക്കെ ചിലപ്പോൾ പരസ്യമായിട്ട് ആരോട് ചോദിക്കാനൊക്കെ നിങ്ങൾക്ക് ചമ്പലും മടിയൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് കുറച്ച് പേപ്പറും പേനും ഒക്കെ തന്നിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ അതിന്റെ ഒരു പേപ്പറിന് ഒരു ചെറിയ അറ്റം കീറിയെടുത്താണെങ്കിൽ അത് എഴുതി ഇവിടെ ഈ പുൾപ്പിറ്റിലേക്ക് നിങ്ങൾ അങ്ങ് പാസ് ഓൺ ചെയ്ത് വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ ബോക്സ് ആയിട്ട് വെച്ചില്ലെന്ന് തോന്നില്ലേ? ക്വസ്റ്റ്യൻ ബോക്സ് ഉണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ ബോക്സ് ഉണ്ടോ? ഇല്ല. അത് ഞങ്ങൾ പാസ് ഓൺ ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഈ പുൾപ്പിറ്റിന്റെ മുമ്പിലോ ഇവിടെ ആയിട്ടോ കൊണ്ടുവന്നങ്ങ് വെച്ചിരുന്നാൽ മതി. ആ പേപ്പർ മടക്കി വെച്ചിരുന്നാൽ മതി. അപ്പൊ ആരാ ചോദിച്ചതെന്നും ആരും അറിയത്തൊന്നുമില്ല. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങള്, അല്ലെങ്കിൽ പ്രസക്തം നിങ്ങളുടെ മനസ്സിലുള്ള എന്തെങ്കിലുമൊക്കെ യേശുവിനെ കുറിച്ചുള്ള, ചിലപ്പോൾ ബൈബിൾ സംബന്ധമായിട്ടുള്ള ചില ഡൗട്ടുകൾ കാണും, അല്ലെങ്കിൽ നിങ്ങളുടേതായ ചില വ്യക്തിപരമായിട്ടുള്ള ചില ജീവിതത്തിലുള്ള ചില പോരാട്ടങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ചോദ്യോത്തരങ്ങളായിട്ട് നമുക്ക് ഇത് കഴിഞ്ഞ് ഒരു ബ്രേക്കും കൂടെ കഴിഞ്ഞിട്ടുള്ള സെഷന് അങ്ങനെ ക്രമീകരിക്കാമെന്നാണ് ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് തക്കവണ്ണമായിരിക്കും ആ കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങളോട് കൂടെ കുറച്ചുകൂടെ ഇന്ററാക്ട് ചെയ്യട്ടെ. ആ സമയത്ത് എനിക്ക് എഴുന്നേറ്റ് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാം. പക്ഷെ അത് എഴുതി തരുന്ന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് കാര്യങ്ങൾ കുറച്ചുകൂടെ റെലവെന്റ് ആയിട്ട്, അപ്പം ഞാൻ വന്ന് എന്തൊക്കെയോ വേറെ ഒത്തിരി വലിയൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ജീവിതമായിട്ട് സ്പർശിക്കാത്ത രീതിയിൽ പോകരുത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചില ചോദ്യങ്ങള് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മീറ്റിംഗ് ആണിത്, നിങ്ങളുടെ ദിവസമാണ്. അപ്പോ നിങ്ങൾക്കത് ഏറ്റവും പ്രയോജനകരമായിട്ട് ആയിത്തീരണം. അപ്പോ ഇതിന്റെ ആ ഒരു നമ്മളുടെ ഇന്നത്തെ മൺഡേ യൂത്ത് ക്യാമ്പിന്റെ ആ ഒരു തീമായിട്ട് സഹോദരങ്ങളെ നോട്ടീസ് അടിച്ചപ്പോ
ആദ്യം ഒരു വാക്യം എഴുതിയായിരുന്നു. അത് എത്ര പേര് ശ്രദ്ധിച്ചാൽ? നിങ്ങൾ ആ നോട്ടീസ് ഒക്കെ കണ്ടോ? ആദ്യം ഒരു വാക്യം കണ്ടായിരുന്നോ? ഈ അനാട്സ് ഡി അഡിക്ഷൻ സെന്ററും ഈ ചർച്ച് ഓഫ് ഗോഡും അങ്ങനെയൊക്കെ എല്ലാം ക്രമീകരിക്കുന്ന എന്ന് പറഞ്ഞ ആദ്യം ഒരു വാക്യം എഴുതി. ഏത് വാക്യമാണ്? ശ്രദ്ധിച്ചില്ലേ? സഭാപ്രസംഗി. എല്ലാവരുടെയും കയ്യിൽ ബൈബിളൊക്കെ ഉണ്ട് അല്ലേ? മിക്കവരുടെ കയ്യിലും ബൈബിൾ ഉണ്ടെന്ന് എന്റെ വിശ്വാസം. ബൈബിൾ ഉള്ളവരൊക്കെ ബൈബിൾ എടുത്തു. നമ്മൾ എപ്പോഴും ബൈബിളൊക്കെ ഇങ്ങനെയുള്ള മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ ബൈബിൾ കൊണ്ടുവരുന്നത് നല്ലതാ. ചിലപ്പോൾ അത്ര പരിചയമില്ലാത്ത കുഞ്ഞുങ്ങളും കാണും, സാരമില്ല. ബൈബിൾ ഉള്ളവരൊക്കെ ബൈബിൾ എടുക്കുക. ബൈബിൾ ഇല്ലാത്തവര് തൊട്ടടുത്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക. അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആ വാക്യം നിങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്ബുക്കിൽ ആ സഭാപ്രസംഗി 12ാം അധ്യായം, സഭാപ്രസംഗി എന്ന് പറഞ്ഞൊരു ബുക്ക് എവിടെ ബൈബിളിലുള്ള? ബൈബിളിന്റെ നടുക്കായിട്ട് വരും. സങ്കീർത്തനങ്ങളോടൊക്കെ ചേർന്നായിട്ട് വരുന്നൊരു പോർഷനാ. അതായത് സങ്കീർത്തനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് അറിയാം. സദൃശവാക്യവും കഴിഞ്ഞിട്ട് സഭാപ്രസംഗി. സഭാപ്രസംഗി ആരാ എഴുതിയത്? സഭാപ്രസംഗി എഴുതിയത് ആരാ? സലോമോൻ. സോളമൻ. സലോമോൻ എഴുതിയ സഭാപ്രസംഗി. സലോമോന്റെ പ്രത്യേകത എന്തായിരുന്നു? സലോമോന് ഭയങ്കര എന്തിനാ പ്രശസ്തനായിരുന്നു? സലോമൻ അതിന്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞു ജ്ഞാനം, വിസ്റ്റം. ഇപ്പൊ നിങ്ങള് കുഞ്ഞുങ്ങളായിരിക്കും, നിങ്ങൾക്ക് വലിയ ജ്ഞാനം, വിസ്റ്റം, അതായത് ഏറ്റവും നന്നായിട്ട് പഠിക്കണം, ഏറ്റവും നല്ല കരിയർ, അപ്പൊ ജ്ഞാനം, വിസ്റ്റം ആ കാര്യത്തില് വളരെ പേരുകേട്ട ഒരു രാജാവായിരുന്നു ശലോമോന്. ജ്ഞാനം ആരാ കൊടുത്തേ? ദൈവം. ദൈവം ജ്ഞാനം കൊടുത്തേ. അവന് അവന് ദൈവത്തോട് ചോദിക്കുന്നു, എന്താ എന്ത് സ്വപ്നത്തില് അവന് കർത്താവ് പ്രത്യക്ഷനാകുന്നു, എന്താണ് നിന്റെ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ജ്ഞാനം വേണമെന്ന് പറയുന്നു. നിങ്ങളാണെങ്കിൽ എന്ത് പറയും? മൊബൈൽ വീഡിയോ ഗെയിംസ് കളിക്കാൻ ഒരു പുതിയ മൊബൈൽ വേണമെന്ന് പറയുമോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഇപ്പൊ ഒരു പുതിയ സ്മാർട്ട് ഫോൺ വേണം, ഒരു പുതിയ ബൈക്ക് വേണം, സൈക്കിൾ വേണം, അല്ലെങ്കിൽ ബ്രാൻഡ് ഷൂസ് വേണം, അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ പറയുന്നേ. ശലോമോന് ജ്ഞാനം, ആ ഒരു യൗവനക്കാരനായിട്ട് രാജാവായിട്ടായിരിക്കുകയാണ്, ആ ജനത്തെ പരിപാലിക്കാനുള്ള ജ്ഞാനം വേണം എന്നാണ് ശലോമോൻ ആവശ്യപ്പെടുന്നത്. ശലോമോന് ജ്ഞാനമൊക്കെ ദൈവം കൊടുത്തു, പക്ഷെ എങ്കിലും ശലോമോൻ വഴിതെറ്റി പോയതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് വചനത്തില്. ആ ഒരു ശലോമോൻ അങ്ങ് ദൈവത്തിന്റെ വഴിയിൽ നിന്ന് വിട്ടുപോയി, ഒരുപാട് സ്ത്രീ വിഷയത്തിൽ ഒരുപാട് പരാജയപ്പെട്ട ഒരു രാജാവായിരുന്നു. ദൈവത്തിന്റെ ജ്ഞാനമൊക്കെ ഉണ്ടായിരുന്നിട്ടും അവനത് വേണ്ടവണ്ണം അത് തന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തില്ല. അങ്ങനെ അവൻ വീണുപോയി. അപ്പോ അവന് ഒരുപക്ഷെ പല വേദപണ്ഡിതന്മാര് പറയുന്നത് ഈ സഭാപ്രസംഗിയുടെ അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, സഭാപ്രസംഗി എത്ര അധ്യായമുണ്ട് നിങ്ങൾ എടുത്ത് നോക്കിയല്ലോ? എത്ര അധ്യായമാ? 12 അധ്യായമുണ്ട്. യേശുവിന് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? അപ്പോസ്തലന്മാര് ആദ്യം തെരഞ്ഞെടുത്ത എത്ര പേരാ? 12. അപ്പൊ സഭാപ്രസംഗി എത്ര അധ്യായമുണ്ട്? 12. എന്നെ ഞാൻ കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ അങ്കിൾ പറയുന്നേ? സഭാപ്രസംഗി 12ാം അധ്യായം എന്ന് പറയുമ്പോൾ അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ പല വേദപണ്ഡിതന്മാര് പറഞ്ഞു വെച്ചാല് ശലോമോന് ഒരുപാട് വഴിവിട്ട ജീവിതമൊക്കെ ജീവിച്ച് തന്റെ വാർദ്ധക്യകാലം എത്തിയപ്പോഴായിരിക്കും പല തിരിച്ചറിവും കാര്യങ്ങളും ഒക്കെ വന്നത്. അപ്പം തിരിഞ്ഞു നോക്കി യഥാർത്ഥത്തിൽ ഒരു ബുദ്ധിോപദേശം കൊടുക്കുന്ന ഒരു കാര്യം നമ്മളവിടെ വായിക്കുക. എന്താ? സഭാപ്രസംഗി 12ന്റെ 1-ാമത്തെ വാക്യം ആരെങ്കിലും എടുത്ത് വായിക്കാൻ പറ്റുമോ? വായിച്ചു. നിന്റെ യൗവനകാലത്ത് നിന്റെ സ്രഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും എന്ന് പറഞ്ഞ് പിന്നെ കുറച്ചൊരു കാവ്യാത്മകമായ ഒരു ഡിസ്ക്രിപ്ഷൻ. കാവ്യാത്മകമായെന്ന് പറഞ്ഞാൽ എന്താ? പൊയറ്റിക് ആയിട്ട് കുറച്ച് ആലങ്കാരിക ഭാഷയിൽ പല കാര്യങ്ങൾ പറഞ്ഞിരിക്കും. വയസ്സ് ചെല്ലുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? വയസ്സ് ചെല്ലുമ്പം കണ്ണുകളൊക്കെ മങ്ങാൻ തുടങ്ങും. അതാ സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങൾ ഇരുണ്ടു പോവുകയും എന്നൊക്കെ പറഞ്ഞേക്കുന്ന കണ്ടോ 2-ാമത്തെ വാക്യത്തില്? പിന്നെ വയസ്സില്ലെന്നവർക്ക് എന്ത് പറ്റും? കൈകാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങും അല്ലേ? അപ്പൊ കുറെ വയസ്സില്ലെന്ന അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒക്കെ. അതാ അതിന്റെ താഴെ എന്താ എഴുതിയിരിക്കുന്നേ? 3-ാമത്തെ വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നേ? അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. അത് ഈ നമ്മളുടെ കൈകളൊക്കെ വിറയ്ക്കുന്നതിന്, വയസ്സ് ചെല്ലുമ്പോൾ കൈകളൊക്കെ വിറയ്ക്കുന്നതിനെ കുറിച്ച് പറയുക, ഹാൻഡ് ട്രമേഴ്സ്. അപ്പൊ അതൊരു കാവ്യാത്മകമായ ഭാഷയിൽ പറയാം. വീട്ടുകാവൽക്കാർ വിറയ്ക്കും. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? ബലവാന്മാർ കുനിയും. അതായത് നമ്മളുടെ കാലും നടുവും മുട്ടും ഒക്കെ അങ്ങ് കൂനാൻ തുടങ്ങും അല്ലെ വയസ്സ് ചെല്ലുമ്പം. അപ്പം വയസ്സ് ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം പറയുക. അത് കഴിഞ്ഞിട്ട് പിന്നീട് അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ തെരുവിലെ കഥകൾ അടയും, അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും.
അരയ്ക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പല്ലൊക്കെ പല്ലൊക്കെ അധികം നന്നായിട്ട് ചവയ്ക്കാനൊന്നും പറ്റത്തില്ല. ഏഹ് അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും എന്ന് പറയുക. ഈവൻ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്ന കണ്ടോ, അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും. അരയ്ക്കുന്നവർ എന്ന് പറഞ്ഞാൽ പല്ലല്ലേ അരയ്ക്കുന്നത്. വയസ്സിലൊന്നും അധികം പല്ലൊന്നും കാണത്തില്ല. അപ്പം എന്താ പറഞ്ഞു എന്ന് വെച്ചാൽ, ഈ യൗവനകാലം ആവുമ്പോഴത്തേക്കും യൗവനകാലത്തിലെ ഈ സ്രഷ്ടാവിനെ അറിഞ്ഞ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഒത്തിരി കാലങ്ങൾ അങ്ങ് ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ, ഞാൻ വേണ്ടുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞ് ജീവിക്കാത്തത് കൊണ്ട് എന്റെ ജീവിതത്തിൽ പല ഭവിഷ്യത്തുകളും അനന്തര ഫലങ്ങളും ഒക്കെ ഞാൻ അനുഭവിക്കുന്നല്ലോ എന്ന് ചില വയസ്സ് കിട്ടുന്ന ചില അങ്കിൾമാരും അമ്മമാരും ആന്റിമാരും ഒക്കെ അയ്യോ, അങ്ങ് കൊച്ചുനാളിലെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും എനിക്ക് പറഞ്ഞു തന്നായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതുപോലെ വഴിതെറ്റി പോകത്തില്ലായിരുന്നല്ലോ, അന്നേ യേശുവിനെ അറിഞ്ഞായിരുന്നെങ്കിൽ, അന്നേ യേശുവിന്റെ വഴി നടന്നായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അപ്പം അത് അരയ്ക്കുന്നവർ ചുരുക്കമായിരിക്കും എന്ന് അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ വെച്ചാൽ പല്ലൊക്കെ പൊഴിയും. പിന്നെന്താ, അരയ്ക്കുന്ന ശബ്ദം മന്ദമാകുന്ന നാലാമത്തെ വാക്യം കണ്ടോ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഓക്കെ. നാലാമത്തെ വാക്യത്തില് പിന്നെന്താ എഴുതിയിരിക്കുന്നത്? പക്ഷികളുടെ ശബ്ദത്തിൽ ഉണർന്നു പോകും. അതായത് ചെറിയൊരു ശബ്ദം മതി പെട്ടെന്ന് ഉറക്കം ഉണരും. പക്ഷെ നന്നായിട്ട് ഉറക്കമൊന്നും കിട്ടത്തില്ല. വയസ്സിലുമ്പോഴത്തേക്കും പലർക്കും ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തൊക്കെ വരുന്ന ഒത്തിരി അങ്കിൾമാരും അഞ്ചുമാരും ഒക്കെ ഉണ്ട്. ഉറങ്ങാൻ പറ്റുന്നില്ല, പക്ഷികളുടെ ശബ്ദത്തിൽ ഉണർന്നു പോകും, പാട്ടുകാരികളൊക്കെയും തളരുകയും ചെയ്യും, പാട്ട് പാടാനോ പാട്ട് ആസ്വദിക്കാനുള്ള കഴിവൊക്കെ അങ്ങ് കുറയും. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ, അന്ന് അവർ കയറ്റത്തെ പേടിക്കും. വയസ്സിരുന്നവർക്ക് കയറാൻ പേടിയല്ലേ, കയറ്റത്തെ പേടിക്കും. വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും. ബദാം വൃക്ഷം പൂക്കും എന്ന് പറഞ്ഞാൽ തലയൊക്കെ നരയ്ക്കുമെന്ന് വളരെ കാവ്യാത്മകമായിട്ട് സലോമൻ എഴുതിയേക്കുക. തുള്ളൻ ഇഴഞ്ഞു നടക്കും. തുള്ളൻ എന്ന് പറഞ്ഞാൽ ഗ്രാസ് ഹോപ്പർ, ഈ വെട്ടുകിളി, ഗ്രാസ് ഹോപ്പർ, ഈ പുൽച്ചാടി ഒക്കെ ഇഴഞ്ഞു നടക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു ഒത്തിരി ആക്റ്റീവ് ആയിട്ടുള്ള ആളൊക്കെ നടക്കാനോ ഒന്ന് നീങ്ങാനോ ഒക്കെ കുറച്ച് മന്ദമാകും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ പിന്നെ രോചനഗുരു എന്ന് പറയുന്നത് അത് ആഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതൊക്കെ മന്ദമാകും എന്നൊക്കെ ഉള്ള ഒരു കാര്യം, ആഗ്രഹങ്ങളൊക്കെ മന്ദിച്ചു പോകും എന്നൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനു മുമ്പേ എന്ത് ചെയ്യണം? സ്രഷ്ടാവിനെ, സൃഷ്ടാവാണോ സ്രഷ്ടാവാണോ? നിങ്ങൾ നോക്കിയേ, മലയാളത്തിന്റെ ഒരു പാഠം കൂടെ തരുമോ? നമ്മൾ സാധാരണ സൃഷ്ടി എന്നാ നമ്മള് സൃഷ്ടി എന്ന സ്രഷ്ടാവ് എന്ന് പറയുമ്പോൾ സൃഷ്ടാവ് നമ്മൾ സാധാരണ പലരും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ നിങ്ങൾ മലയാളം കുറച്ചൊക്കെ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ നിങ്ങൾ തെറ്റ് തിരുത്തുക എന്നൊക്കെ പറഞ്ഞ ചോദ്യ പേപ്പറിൽ നിങ്ങളുടെ മലയാളം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സൃഷ്ടിയാണ്, പക്ഷെ എഴുതുമ്പോ സ്രഷ്ടാവ് എഴുതുമ്പോ സൃഷ്ടാവല്ല, സ്രഷ്ടാവ്. കണ്ടില്ലേ? ആ 12:1 കണ്ടില്ലേ? യൗവനത്തിന്റെ സ്രഷ്ടാവിനെ സൃഷ്ടിയാണ് എന്നാൽ സ്രഷ്ടാവിനെ. അതൊരു ആത്മീയമായിട്ടുള്ള കാര്യമൊന്നുമല്ല, അതൊരു ജസ്റ്റ് ഒരു മലയാളം വ്യാകരണത്തിന്റെ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞതേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ തെറ്റിക്കുന്ന കാര്യമാണ്. അപ്പൊ ആ സ്രഷ്ടാവിനെ, നമ്മളെ സൃഷ്ടിച്ചവനെ അറിഞ്ഞുള്ളൂ. നമ്മളെ സൃഷ്ടിച്ചവൻ ആരെങ്കിലും ഉണ്ടോ? സ്രഷ്ടാവ്. ഇപ്പം ഇന്ന് പല യൗവനക്കാരും ഒക്കെ അങ്ങ് ദൈവമൊന്നുമില്ല, ഞങ്ങൾക്ക് തോന്നിയോണൊക്കെ അങ്ങ് ജീവിച്ചാൽ മതി, ഇവര് ഈ കുറെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന ഓരോ കെട്ടുകഥ എന്നൊക്കെ പറഞ്ഞ് വിശ്വാസം വീണു പോയ ആൾക്കാരൊക്കെ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഓരോ ലൈവ് വൈറലാകാൻ വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രിയിൽ ഒരു ഡൽഹിയിൽ നിന്നൊരു അനസ്തീഷ്യ ഡോക്ടർ ഓൺലൈനായിട്ട് എന്നെ കൺസൾട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ റിവ്യൂ ആണ്. മലയാളി ഡോക്ടർ തന്നെ. അപ്പം പുള്ളി നല്ല മിടുക്കനായിട്ടുള്ള ഡോക്ടർ, നല്ല ചുറുചുറുക്കും ആരോഗ്യമുള്ള ഡോക്ടർ. പുള്ളി അനസ്തീഷ്യോളജിസ്റ്റ് ആണ്, ഡൽഹിയിലാണ്, മലയാളിയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയത്തില്ല. അപ്പൊ അങ്ങനെ വേറെ ഒത്തിരി ജീവിതത്തിൽ പല അഡിക്ഷൻസ്, പല ലഹരി, അതുപോലുള്ള കാര്യങ്ങൾ. നമ്മളൊരു ഡോക്ടർ ആയും, പക്ഷെ അദ്ദേഹം അങ്ങനെ പല ലഹരിക്കും ഒക്കെ അടിമയായി, പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത്തെ സെഷൻ ആയിരുന്നു. ആദ്യത്തെ സെഷനും മേ ബി ഒരു മാസം മുമ്പോ മറ്റോ ആയിരുന്നു. അപ്പം ആദ്യത്തേതിൽ അദ്ദേഹം ഒരു ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വന്ന ആളാ. പക്ഷെ ആദ്യത്തെ സെഷനിൽ ഞാൻ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഏത് ചർച്ചിലാണ് പോകുന്നത്, ബൈബിളൊക്കെ വായിക്കും, വിശ്വാസമുണ്ട്? ഡോക്ടർ ഞാൻ നിരീശ്വരവാദിയാ എന്നൊക്കെ എന്നോടൊക്കെ വലിയ അന്ന് പറഞ്ഞായിരുന്നു ഒരു മാസം മുമ്പ്. ഞാനിത് വെറുതെ കഥയുണ്ടാക്കി പറയുന്നില്ല. ഇന്നലെ രാത്രി 8:30 മറ്റായിരുന്നു പുള്ളിയുടെ കൺസൾട്ടേഷൻ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ഒരു കഥ ഉണ്ടാക്കി മെനഞ്ഞു പറയുന്നതല്ല, ഉള്ള കാര്യം പറയുന്നത്. ചിലരാണെങ്കിൽ പ്രസംഗിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കഥ ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു
കഥ എല്ലാവരും പിടിച്ചിട്ട് വേണ്ടി പറയില്ല. അങ്ങനെയല്ല, ഇത് ശരിക്കും പറയാൻ അപ്പൊ ഞാൻ ഇന്നലെ പുള്ളി അത് കഴിഞ്ഞിട്ട് ഇന്നലത്തെ കൺസൾട്ട് കഴിഞ്ഞ് ഞാൻ ഓർത്തു, ഇത് യൂത്ത് ക്യാമ്പില് പറയാൻ പറ്റിയ ഒരു അനുഭവമാണല്ലോ ഇതെന്ന്, കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു വാർണിംഗ് ആയിട്ടുള്ള മുന്നറിയിപ്പായിട്ടുള്ള ഒരു കാര്യമാണല്ലോ എന്ന് ഞാൻ ഓർത്തു. അപ്പൊ അദ്ദേഹം വലിയ പഠിപ്പും വലിയ വിദ്യാഭ്യാസവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBS കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അനസ്തേഷ്യ എവിടെ പഠിച്ചത് ഓർക്കുന്നില്ല, പക്ഷെ ഇപ്പൊ ഡൽഹിയിലെ വലിയൊരു കോളേജിൽ വർക്ക് ചെയ്യുന്നു. പക്ഷെ ജീവിതത്തിൽ വലിയ ഒത്തിരി പാളിച്ചകളും കാര്യങ്ങളും ഒക്കെ പറ്റി നിരീശ്വരവാദിയായിട്ടൊക്കെ പോയി. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ എന്റെ അനുഭവവും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് പറഞ്ഞ ഒഫീഷ്യൽ കൺസൾട്ടേഷൻ ആണല്ലോ, നമുക്ക് അതിൻ്റെതായ പരിമിതി ഉണ്ട്. എന്നാൽ ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് കുറച്ചുകൂടെ യേശു, ഞാൻ എന്റെ കാര്യം പറയുവാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയായിരിക്കും, ഞാനൊരു ഹൈന്ദവ നായർ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. നിങ്ങൾ മിക്കവരും ക്രിസ്തീയമായിട്ടുള്ള കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന ആൾക്കാരായിരിക്കും എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു ഹൈന്ദവ തറവാട്ടില് ഇവിടെ കരുനാഗപ്പള്ളി, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയില് ഒരു ഹൈന്ദവ തികഞ്ഞ ഒരു അമ്പലഭക്തനായിട്ട് ജനിച്ചു വളർന്ന ആളാണ്. എന്നാൽ എന്റെ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത്, അന്നത്തെ +2 ഞങ്ങൾ പ്രീ ഡിഗ്രി എന്നായിരുന്നു പറയുന്നത്. പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു യേശുവിന്റെ സ്നേഹം എന്നെ തേടി എത്തിയത്. അപ്പൊ അതുവരെ കുഞ്ഞുങ്ങളെ എല്ലാരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള കഥയാ പറയുന്നേ. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളെ പോലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ, അപ്പൊ അന്ന് നമുക്ക് ഇപ്പൊ എന്റെ അച്ഛനമ്മമാര് ദൈവം എന്ന് പറഞ്ഞു തന്ന അമ്പലത്തിലെ വിഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ അതിന് മുമ്പിൽ ചെന്ന് വണങ്ങുമ്പോഴും എന്റെ ഓർമ്മ ഞാൻ തിരിഞ്ഞു നോക്കുമ്പം 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം മുതൽ ഒരു ദൈവോന്മുഖമായിട്ട് ഒരു അന്വേഷിക്കാനുള്ള ഒരു ഹൃദയം ദൈവം തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ അമ്പലത്തിലൊക്കെ ചെന്ന് വിഗ്രഹങ്ങളെ വണങ്ങുമ്പോഴും ഇതിനെല്ലാം പിന്നിലുള്ള ഒരു ശ്രേഷ്ഠമായ ഒരു ദൈവത്തെ, ഞാൻ മറ്റേ ഈ പറഞ്ഞ ഡൽഹിയിലെ ഡോക്ടറിന്റെ കഥയിലോട്ട് ഞാൻ വരാം കേട്ടോ. അതിന് മുമ്പ് ഞാൻ എന്റെ ചെറിയൊരു കഥയെന്ന് പെട്ടെന്ന് പറയുക. അപ്പോ ഈ ശ്രേഷ്ഠമായ ദൈവത്തെ, ഈ വിഗ്രഹങ്ങൾക്കെല്ലാം ഉപരിയായിട്ടുള്ള എന്നെ സൃഷ്ടിച്ച ഒരു ദൈവം ഉണ്ടെന്നൊരു ഉള്ളാലൊരു ബോധ്യം. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഉള്ളത്തിൽ ഇതെല്ലാം സൃഷ്ടിച്ചവനുണ്ട് എന്നുള്ളൊരു ഉള്ളാലൊരു ബോധ്യം. ആ ബോധ്യത്തില് അപ്പൊ ആ ദൈവത്തെ അറിയണം ഒരു ഉള്ളാലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ വിഗ്രഹങ്ങളെ ചെന്ന് വണങ്ങുകയും അന്നത്തെ ആ അറിവില്ലായ്മയിൽ അങ്ങനെ ഞാൻ വിചാരിച്ച അങ്ങനെ അതൊക്കെ ആയിരിക്കും കാര്യങ്ങളെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു കാത്തലിക് സ്കൂളിലൊക്കെ ആയിരുന്നു പഠിച്ചത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ വചനങ്ങളോ ക്രിസ്ത്യൻ സോങ്സോ ഒക്കെ എനിക്ക് യേശുവിലേക്ക് ഒരു ആകർഷണം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഭഗവത്ഗീതയും അതുപോലെ തന്നെ സഹസ്രനാമങ്ങളും, വിഷ്ണു സഹസ്രനാമം, ലളിത സഹസ്രനാമം, ട്രാൻസ്ജെൻഡർ മെഡിറ്റേഷൻ, പോസിറ്റീവ് തിങ്കിങ്, അമൃതാനന്ദമയുടെ ഭക്തി, അതുപോലുള്ള ഒത്തിരി കാര്യങ്ങളും ഒത്തിരി എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തില് എനിക്ക് ഇന്നൊക്കെ ക്രിസ്ത്യൻ വേഴ്സസ്, യേശുവിന്റെ ബൈബിൾ വേഴ്സസോ കാര്യങ്ങളൊക്കെ എന്റെ ഹൃദയത്തിലേക്ക് ഒരു ആകർഷണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി എത്തുന്ന സമയത്ത് ഒരു ന്യൂ ടെസ്റ്റ്മെന്റ്, ഗിഡിയൻസിന്റെ ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് പുതിയ നിയമമൊക്കെ ഒരു ഗിഫ്റ്റ് ആയിട്ടൊരു എന്റെ ഒരു സീനിയറായിട്ട് തന്നു. എല്ലാവരും എന്നെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ? മോനെ പേന കൊണ്ട് കളിക്കരുത്, നിങ്ങൾ പറഞ്ഞ് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എഴുന്നേപ്പിച്ച് നിർത്തും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. കഥയല്ലേ പറഞ്ഞേ? ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ ശ്രദ്ധിച്ചത് ശീലമില്ല പലർക്കും, അതാ. അപ്പൊ അങ്ങനെ അങ്ങനെ ആ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ന്യൂ ടെസ്റ്റ്മെന്റും പുതിയ നിയമമൊക്കെ പിന്നെ എടുത്ത് വായിക്കും. അപ്പോഴും ഞാൻ അമ്പലത്തിലൊക്കെ പോകുമായിരുന്നു. പിന്നെ സെക്കൻഡ് ഡിഗ്രി ആകുന്ന സമയത്താണ് ഞാൻ തന്നെ അതിനു മുമ്പ് ഒരു ഫ്രണ്ടിനോട് പറഞ്ഞൊരു ഫുൾ ബൈബിളൊക്കെ എനിക്ക് വായിക്കണമെന്നൊരു ആഗ്രഹമൊക്കെ തോന്നി. ഡിഗ്രി എന്ന് പറയുമ്പോൾ 16-17 വയസ്സാണ്. അപ്പൊ പക്ഷേ ആ ഒരു കാര്യങ്ങളൊക്കെ വായിക്കാനോ അറിയാനോ ഒക്കെ ഒരു ആഗ്രഹം. അപ്പം അത് കഴിഞ്ഞിട്ട് പക്ഷെ എന്റെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്നത് സെക്കൻഡ് ഡിഗ്രി അവസാനിക്കുന്ന, അതായത് +2 അവസാനിക്കുന്ന സമയം. അതായത് 26 വർഷം മുമ്പുള്ള കഥയെ ഞാൻ ഈ പറഞ്ഞത്. 1999 ഡിസംബർ മാസം 19-ാം തീയതി ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു കർത്താവിനെ കണ്ടെത്തിയത്. അപ്പൊ അതുവരെ വലിയ വലിയ ആത്മീയനാണെന്നൊക്കെ ചിന്തിച്ച് ഞാന് വലിയ ഭയങ്കര മനസ്സിന്റെ സമാധാനത്തെ കുറിച്ചും വലിയ ആധ്യാത്മികമായിട്ടുള്ള വലിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിവേകാനന്ദനെയും രവീന്ദ്രനാഥ് ടാഗോറിനെയും ഒക്കെ കോട്ട് ചെയ്തൊക്കെ വലിയ ലേഖനങ്ങളും കവിതകളും ഒക്കെ എഴുതുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇതെല്ലാം എഴുതിയിട്ടും കുറെ കാര്യങ്ങൾ ചെല്ലുന്തോറും എന്റെ ഹൃദയത്തിൽ ഒരു ശൂന്യതയാണ്. ഇതെല്ലാം ഒത്തിരി വലിയ വലിയ ആധ്യാത്മിക വലിയ സമാധാനത്തെ കുറിച്ചൊക്കെ വലിയ കാര്യങ്ങളൊക്കെ എഴുതുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു ശൂന്യത, ഒരു എംപ്റ്റിനെസ്. അപ്പൊ അങ്ങനെ ഓരോ ജീവിത സാഹചര്യങ്ങൾ ദൈവം ഒരുക്കിക്കൊണ്ട് വന്നതെന്ന് വെച്ചാല് ഉള്ളിനുള്ളിൽ ഒരു സമാധാനം ഇല്ലെന്നൊരു തോന്നൽ എനിക്ക് തന്നെ വരികയും ഡിസംബർ മാസം 19-ാം തീയതി ഞായറാഴ്ച 1999, ഇപ്പൊ ഏത് വർഷമാണ്? 2026. അപ്പൊ അത്രയും വർഷങ്ങൾക്ക് മുമ്പ്, 26 വർഷം മുമ്പ് ആ ദിവസം രാവിലെ, ഞായറാഴ്ച രാവിലെ ഒരു 6:30 മണിയായ സമയത്ത്, അന്ന് ഒരു ഞായറാഴ്ച ഒരു ഒളിമ്പ്യാഡെന്ന് പറഞ്ഞൊരു ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ ഒളിമ്പ്യാഡിന്റെ പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് മാർവേനസ് കോളേജിൽ തിരുവനന്തപുരത്തായിരുന്നു പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്നത്. അപ്പൊ ആ സമയത്ത് രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ഈ പോർഷൻസ്, അന്നത്തെ പരീക്ഷയുടെ പോർഷൻസ് ബ്രഷപ്പ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്തോ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ശൂന്യത, ഒരു ഭാരം. അപ്പൊ എനിക്ക് പെട്ടെന്ന് ബൈബിൾ എടുത്ത് തുറന്ന് നോക്കണമെന്ന് തോന്നി. ബൈബിൾ എടുത്ത് തുറന്ന് ഞാൻ മറിച്ച് എന്റെ കണ്ണുകൾ ഉടക്കുന്നത്
എഹെസ്കേൽ എന്നുള്ള പുസ്തകമാണ്. അത് നമുക്ക് എടുക്കാവില്ല. നമ്മളിപ്പം ഞാൻ ആ സഭാപ്രസംഗി 12:1 നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. കുറച്ചുകൂടെ ഒന്ന് മറിച്ചാല് യെശയ്യാവിന്റെ പുസ്തകവും യെരമ്യാവിന്റെ പുസ്തകവും കഴിഞ്ഞാൽ എന്തുണ്ട്? എഹെസ്കേലിന്റെ പുസ്തകമുണ്ട്. ഇനി മുതൽ യൂത്ത് ക്യാമ്പിന് വരുന്നവരെല്ലാം ബൈബിൾ കൊണ്ടുവരണം. കുറച്ച് കുഞ്ഞുങ്ങള് ബൈബിൾ കൊണ്ടുവന്നിട്ടില്ല, സാരമില്ല. എഹെസ്കേല് 36 അധ്യായം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ സാരം നിങ്ങൾ ആ വാക്യം എഴുതി വെച്ചു നിങ്ങളുടെ നോട്ട്ബുക്കില്. എഹെസ്കേൽ, മലയാളത്തിൽ എഹെസ്കേൽ, ഇംഗ്ലീഷിൽ നമ്മൾ എസെക്കിയേൽ എന്ന് പറയും. എഹെസ്കേല് 36 അധ്യായത്തിന്റെ ഈ വചനങ്ങളൊക്കെ ശരിക്കും ജീവൻ തരുന്ന വാക്കുകളാണ്. അപ്പൊ എനിക്ക് ജീവൻ തന്ന, എനിക്ക് ആദ്യമായിട്ട് ജീവൻ തന്ന ഒരു തികഞ്ഞ ഹൈന്ദവനായിരുന്ന എനിക്ക് എന്നെ വീണ്ടും ജനിക്കുമാറാക്കിയ വചനമെന്ന കെടാത്ത ബീജത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നൊക്കെ 1 പത്രോസ് 1:23 നമ്മൾ വായിക്കുന്നുണ്ട്. എനിക്ക് എന്നെ വീണ്ടും ജനിക്കുമാറാക്കിയ വചനമെന്ന കെടാത്ത ബീജം, അത് ഈ വാക്യത്തിലൂടെ ആയിരുന്നു ദൈവം എനിക്ക് ജീവൻ തന്നെ ആദ്യം. 36 അധ്യായം കിട്ടിയോ ബൈബിളുള്ളവർക്ക്? എഹെസ്കേല് 36 അധ്യായത്തിന്റെ 25, 26, 27 വാക്യങ്ങളാണ്. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. അത് കർത്താവിന്റെ രക്തത്താലുള്ള ഒരു ശുദ്ധീകരണത്തെ കുറിച്ചുള്ള പഴയ നിയമത്തിൽ പുതിയ നിയമത്തിന്റെ ഒരു പ്രോഫസി, പുതിയ നിയമത്തെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. പുതിയ നിയമത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും എന്നൊക്കെ പറയുന്ന ഒരു പുതിയ ഉടമ്പടിയെ കുറിച്ചുള്ള ഒരു പ്രവചനം എഹെസ്കേലിലൂടെ പഴയ നിയമത്തിൽ തന്നിരിക്കുക. മനസ്സിലായോ? അപ്പൊ അവിടെ 36 അധ്യായത്തിന് 25, 26, 27 വാക്യങ്ങളിൽ ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തെളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഇത് ഞാൻ പറയുന്നത് വെച്ചാല് 1990 ആ മാസം ആ ദിവസം രാവിലെ ഞാൻ എന്റെ ആ ഒരു ഉള്ളാലൊരു ശൂന്യതയുടെ ആ ഒരു ഭാരത്തിന്റെ സമയത്ത് പെട്ടെന്ന് ദൈവത്തിന്റെ അതീവമായിട്ടുള്ള ഒരു വിശുദ്ധിയെ കുറിച്ചുള്ള ഒരു ഉള്ളാലൊരു ബോധ്യവും, ആ ദൈവത്തിന്റെ മുമ്പാകെ ഞാൻ ഒന്നുമല്ല, ഞാൻ വെറൊരു നീച്ച പാപിയാണെന്നൊരു ഉള്ളാലൊരു ബോധ്യവും പെട്ടെന്ന് എനിക്ക് ബൈബിൾ എടുത്ത് തുറന്നു നോക്കണമെന്ന് തോന്നി. ബൈബിൾ തുറന്നു നോക്കി മറിച്ച് കിട്ടുന്നത് ഈ വാക്യമാണ്. അപ്പൊ ഈ വാക്യം എന്താ പറയുന്നേ? എന്നെ കർത്താവ് ശുദ്ധീകരിക്കും. ഇന്നും നമുക്ക് ഈ സ്രഷ്ടാവിനെ അറിയാൻ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ആ ഒരു കർത്താവിന്റെ രക്തത്താൽ ഒരു ശുദ്ധീകരണം. നമ്മളുടെ പാപത്തിന്റെ എല്ലാം, ഞാനിപ്പം കൊണ്ടു കയറി വന്നപ്പം നമ്മളുടെ സോങ്സ് ലീഡ് ചെയ്ത സൗരങ്ങൾ ആ ഒരു യേശുവിന്റെ യാഗത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മളുടെ ആ പാപത്തിന്റെ പരിഹാരമായിട്ട് നമ്മളുടെ പാപം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ആ ഡൽഹിയിലെ ഡോക്ടറിന്റെ സാക്ഷ്യത്തിന്റെ പുള്ളി പറഞ്ഞ കാര്യത്തിലൊക്കെ ഞാനിപ്പോ വരാൻ പോവുക. പക്ഷെ എന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വന്ന് ആ കാര്യങ്ങൾ കണക്ട് ചെയ്ത് പറയാൻ പോവുക. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് ആ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മളുടെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടില്ലാത്തവരുണ്ടോ? എല്ലാവരും നമ്മൾ നോക്കിയ മോനെ ആ സൈക്കിൾ എഴുതിയിരിക്കുന്ന മോനെ ഇങ്ങോട്ടിരുന്നവന് വെരി ഗുഡ്, മുമ്പോട്ട് കയറിയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ തന്നെ അടങ്ങിയിരിക്കാൻ പറഞ്ഞാലും അടങ്ങിയിരിക്കാൻ പറ്റാത്ത ഒരു പിരിവിരിപ്പ് നമ്മുടെ ഉള്ളിലുണ്ട്. അതല്ലേ അനുസരണക്കേട്, അല്ലേ? അത് ഞാൻ നിങ്ങൾ കുറ്റം പറയുമല്ല, അത് ചിലപ്പോൾ നിങ്ങൾ അത് ശീലിച്ചിട്ടില്ല. അപ്പൊ അത് അങ്ങനെയുള്ളൊരു പ്രകൃതം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉള്ളത്തിന്റെ ഉള്ളിലുള്ളത്. ഒരു അനുസരണക്കേട്. പപ്പയും മമ്മിയും പറയും മോനെ കുറച്ചു നേരം കളിച്ചാൽ മതി, മൊബൈൽ അത്ര ഉപയോഗിച്ചാൽ മതി, ഇനി ഇരുന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ പപ്പയ്ക്കൊന്നും അറിയത്തില്ല, മമ്മിക്കൊന്നും അറിയത്തില്ല, എനിക്ക് എന്റെ ഇഷ്ടം പോലെ ചെയ്യണം എന്ന് പറയുമ്പോ എന്താ? അതാണ് പാപം. അപ്പൊ ഞാൻ അപ്പനമ്മമാർക്ക് കീഴടങ്ങിയിരിക്കാനാ എവിടെ പറഞ്ഞിരിക്കുന്നേ? ദൈവത്തിന്റെ വചനത്തില് അപ്പനമ്മമാരെ അനുസരിക്കുവിൻ, കുഞ്ഞുങ്ങളെ അപ്പനമ്മമാരെ അനുസരിക്കുവിൻ എവിടെ പറയുന്നേ? എഫേസ്യർ, വെരി ഗുഡ്, 6 അധ്യായത്തിന്റെ 1 വാക്യം. വെരി ഗുഡ്. എഫേസ്യർ 6:1 പറയുന്നത് ചിൽഡ്രൻ ഒബേ യുവർ പേരൻസ് ഇൻ ദ ലോർഡ്. കുഞ്ഞുങ്ങളെ കർത്താവിലെ അപ്പനമ്മമാരെ അനുസരിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. കൊളോസ്യർക്ക് ഇത് ലേഖനത്തിൽ അത് തന്നെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ അപ്പൊ ഇതെല്ലാം അനുസരിക്കാതിരിക്കാനാ നമ്മളുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവണത. ഈ പപ്പയ്ക്കൊന്നും അറിയത്തില്ല, ഈ മമ്മിക്കൊന്നും അറിയത്തില്ല, ഈ ടീച്ചർമാരെന്തെങ്കിലും ഒക്കെ പറയും, അവര് ഇങ്ങനെ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരാൻ പറയും, എനിക്ക് ഇതൊന്നും പറ്റില്ല, എനിക്ക് വീഡിയോ ഗെയിം കളിക്കണം, എനിക്ക് എന്റെ ഇഷ്ടം പോലെയൊക്കെ ജീവിക്കണം, എനിക്ക് ഭയങ്കര ദേഷ്യവും വാശിയും. അതുപോലെ തന്നെ നമ്മളുടെ മനസാക്ഷിയില് നമുക്ക് തന്നെ തെറ്റാന്നറിയാം, ചിലപ്പോൾ ചില കള്ളം പറയുന്നതായിരിക്കും, ചിലപ്പം വേറെ ആരും അറിയാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ പല കാര്യങ്ങളിലൊക്കെ ഓരോ ഇടാകൂടത്തിലൊക്കെ ചെന്ന് ചാടുന്നു. യൗവനക്കാരൊക്കെ പല രീതിയിൽ ലഹരിയുടെ ഉപയോഗം, പിന്നെന്താ, പിന്നെ ചിലതിങ്ങനെ പ്രണയബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞൊക്കെ പോവും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അയ്യോ അത് ആ ഒരു പ്രണയബന്ധങ്ങൾ, റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെയുള്ള നിങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടുങ്ങി കിടക്കുന്ന പിള്ളേരാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എങ്കിലും ഇന്ന് ക്രിസ്തീയ കുടുംബങ്ങളിലൊക്കെ ജനിച്ച് വളർന്നു വന്ന സമയത്ത് പോലും
കുഞ്ഞുങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഓരോ വേറെ അപ്പനും അമ്മയാണെന്നും അറിയരുതെന്നും പറഞ്ഞുകൊണ്ട് നമ്മള് ഇൻഡൾജ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മള് ചെയ്യുന്ന ചില കാര്യങ്ങൾ, ചില നിങ്ങളുടെ ഈ പ്രായത്തില് അപ്പനും അമ്മയും അറിയരുത് എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അത് അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അത് ആ പാപത്തിന്റെ ഒരു ലാഞ്ചനയായിരിക്കും ആ കാര്യങ്ങൾ. ചില അപ്പനും അമ്മയെ അറിയാതിരിക്കാൻ മറച്ചുകൊണ്ട് ഈ പ്രായത്തിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത്? അപ്പൊ അത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കൂട്ടുകാർ പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളൊക്കെ ആയിരിക്കാം, ചില ലഹരിയോ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചില വേണ്ടാത്ത തരത്തിലുള്ള ചില ചിത്രങ്ങളോ വീഡിയോ ഒക്കെ കാണുന്ന ചില അഡിക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ അവര് യുനോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്സ്, പ്രണയബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഒക്കെ പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്കും പെങ്കച്ചോ അങ്കച്ചോ ഒക്കെ വേറെ ആളെ കണ്ട് തേച്ചിട്ട് പോകുമെന്ന് പറയും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഭയങ്കര കരച്ചിലും നിലവിളിയൊക്കെ ആയിട്ട് ആത്മഹത്യയുടെ വക്കിലെത്തി പലരും ഞങ്ങൾ സൈക്യാട്രിസ്റ്റ് അടുത്തൊക്കെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഓൾമോസ്റ്റ് മിക്ക ദിവസങ്ങളിലും എന്താ ഈ പ്രണയ നൈരാശ്യമായിട്ട് പലരും കൗൺസിലിങ്ങിന് വരാറുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് തന്നെ ഓരോ ഇടകൂടത്തിൽ ചെന്ന് ചാടുന്ന ആൾക്കാരുണ്ട്. വിവാഹത്തിന് മുമ്പ് പല പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വല്ലാത്തൊരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ സ്കൂളിലും നിങ്ങളുടെ ക്യാമ്പസിലും കൂട്ടുകാരും ഒക്കെ അവരുടേതായ രീതിയിലൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം നിങ്ങളുടെ പപ്പയും മമ്മിയൊക്കെ മോനെ അങ്ങനെയൊന്നും പാടില്ല ഇങ്ങനെയൊക്കെ പാടില്ല എന്ന് പറയുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു കാര്യം, അതാ ഈ പാപം എന്ന് പറയുന്നത്. അതായത് ദൈവത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് ചേരാത്തതായിട്ട് നമ്മളിലുള്ള എന്തൊക്കെയാണോ അതാണ് പാപം എന്ന് പറയുന്നത്. നമുക്ക് ദൈവം ഒരു മനസ്സാക്ഷി തന്നിട്ടുണ്ട്. നമുക്കിപ്പം ശരീരത്തിനൊരു കണ്ണുണ്ട് അല്ലേ? നമുക്ക് എല്ലാവർക്കും കണ്ണില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ദൈവം സഹിച്ച് നമുക്ക് എല്ലാവർക്കും ഓഫ്കോഴ്സ് കാഴ്ചയില്ലാത്ത, കാഴ്ച പരിമിതിയുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെ എങ്കിലും നിങ്ങൾക്കിപ്പം നമുക്ക് ദൈവം സഹിച്ച് നമുക്ക് മിക്കവർക്കും എന്തുണ്ട്? ദൈവം രണ്ട് കണ്ണ് തന്നിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ആത്മാവിന്റെ കണ്ണാണ്, നമ്മുടെ ശരീരത്തിന്റെ കണ്ണാ ഈ കണ്ണ് എന്ന് പറയുന്നത്. നമ്മുടെ ആത്മാവുണ്ട്, നമ്മളുടെ ശരീരത്തിനും ഉള്ളിലായിട്ടൊരു ദേഹി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സും നമ്മുടെ വികാരങ്ങളും തീരുമാനങ്ങളും ഒക്കെ അടങ്ങുന്ന നമ്മുടെ തലച്ചോറിന്റെ ഫങ്ഷൻസിനെയാണ് നമ്മൾ ദേഹി, പ്രാണൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ അതിലുപരിയായിട്ടുള്ള ഒരു കാര്യം നമുക്കുണ്ട്. ദൈവത്തെ അറിയാൻ ഉള്ള ഒരു ആഗ്രഹത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ആത്മാവ്. മൃഗങ്ങൾക്കില്ലാത്തൊരു സംഭവം. ഇപ്പൊ നമ്മള് ഏത് മൃഗത്തെ ട്രെയിൻ ചെയ്താലും മൃഗങ്ങൾക്ക് എന്തുണ്ട്? അവർക്ക് ദൈവോന്മുഖമായിട്ടുള്ള ഒരു കാര്യമുണ്ടോ? ദൈവോന്മുഖമായിട്ടുള്ള ഒരു സംവേദനക്ഷമത മൃഗങ്ങൾക്കില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്റെ ടെസ്റ്റിമണി ഞാൻ പറഞ്ഞു മുഴുവിപ്പിച്ചില്ല, എനിക്കറിയാം. മറ്റേ ആ ഡൽഹിയിലെ ഡോക്ടറിന്റെ കാര്യം കൂടെ പറയാൻ വരുന്നുണ്ട്. എന്നാൽ ഞാൻ ഈ പറഞ്ഞു വരുന്നത് വെച്ചാല് ഈ പാപം എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് മാത്രം ഈ പാപത്തെ കുറിച്ചൊരു ബോധവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ആത്മാവിനൊരു കണ്ണായിട്ട് എന്ത് ദൈവം തന്നിട്ടുണ്ട്? മനസാക്ഷി തന്നിട്ടുണ്ട്. എന്നാ നമ്മളിപ്പം എത്രയോ മൃഗങ്ങള്, ചിമ്പാൻസി, കുരങ്ങുകള്, ആന, കുതിര, മയില്, അവയാരെങ്കിലും ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മള് ഏത് വനാന്തരങ്ങളിൽ പോയാലും ആദിവാസികളായിട്ടുള്ള അതുപോലെ ഏത് കാട്ടിൽ വസിക്കുന്ന ആൾക്കാർക്ക് പോലും അവർക്ക് എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് അറിയാം. അതിനെ വെച്ച് സത്യദൈവത്തെ ചിലപ്പോൾ അറിയുന്നില്ലായിരിക്കും, പക്ഷെ എന്തിനെയോ അവര് ദൈവം എന്ന് വിളിച്ചൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ ഏത് വനാന്തരങ്ങളിൽ പോയാലും ഏത് എസ്കിമോസിന്റെ അടുത്ത് പോയാലും ദൈവോന്മുഖമായിട്ടുള്ള ഒരു ചിന്ത മനുഷ്യന് മാത്രമേ ഉള്ളൂ. നമ്മൾ ചിലപ്പോൾ പട്ടിയെയോ പൂച്ചയെയോ വേണമെങ്കിൽ നമ്മുടെ പെറ്റ് ഡോഗ്സിനെയൊക്കെ ട്രെയിൻ ചെയ്ത് ഇങ്ങനെയൊക്കെ കൈകൂപ്പുന്നതാണൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും. പക്ഷെ അവർക്ക് ദൈവോന്മുഖമായിട്ടൊരു ബോധമില്ല, ഗോഡ് കോൺഷ്യസ്നെസ് ഇല്ല. കാരണം എന്താ? ദൈവം അവർക്ക് ആത്മാവ് കൊടുത്തിട്ടില്ല. ദൈവം മനുഷ്യന് മാത്രമേ ആത്മാവുള്ളൂ. ഇപ്പൊ ഈ പല ശാസ്ത്രജ്ഞന്മാരെന്നൊക്കെ പറഞ്ഞ പലരും ദൈവം ഇല്ല, ഇതെല്ലാം ഇവോൾവ് ചെയ്ത് കുരങ്ങിൽ നിന്ന് പരിണമിച്ച് വന്നയാന്ന് പറയുന്ന ചില ഭോഷന്മാരായ ശാസ്ത്രജ്ഞന്മാരുണ്ട്. ഞാൻ വളരെ ശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഞാനൊരു ഇന്ത്യയിലെ ഏറ്റവും പേരുകേട്ട മെഡിക്കൽ കോളേജായിട്ടുള്ള CMC വെല്ലൂരിൽ നിന്ന് സൈക്യാട്രിയില് ബിരുദാനന്തര ബിരുദമൊക്കെ MD കരസ്ഥമാക്കാനൊക്കെ കർത്താവ് സഹായിച്ചിട്ടുള്ള ശാസ്ത്രം അതുപോലെ ദൈവം സഹായിച്ച് പഠിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ ഇതെല്ലാം പഠിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയും, ശാസ്ത്രം ഒത്തിരി ഘോഷന്മാരായ ശാസ്ത്രജ്ഞന്മാരും ഉണ്ട്. എന്നാൽ ക്രിസ്ത്യൻ സയന്റിസ്റ്റുകൾ, ക്രിസ്തീയമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒത്തിരി നല്ല ശാസ്ത്രജ്ഞന്മാരും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഐസക് ന്യൂട്ടനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഐസക് ന്യൂട്ടൻ നല്ലൊരു ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. ഐസക് ന്യൂട്ടന്റെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എന്താ? ഗ്രാവിറ്റിയെ കുറിച്ച്, ഗുരുത്വാകർഷണത്തെ കുറിച്ചൊക്കെ ഐസക് ന്യൂട്ടന്റെ കാര്യമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് ദൈവഭക്തന്മാരായ
സയന്റിസ്റ്റുകളുണ്ട്. പ്രഷറിന്റെ യൂണിറ്റ് എന്താ? നിങ്ങളെ ഫിസിക്സിലെ പ്രഷറിന്റെ യൂണിറ്റ് പാസ്കൽ. ആ പാസ്കലിന് എന്താ, പാസ്കൽ എന്നുള്ള പേര് എങ്ങനെ വന്നു? റാസ്കൽ ഒന്നും അല്ല, പാസ്കൽ. കേട്ടോ, നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണേ. പാസ്കൽ, പാസ്കൽ എന്നുള്ള പേര് എങ്ങനെയാ വന്നേ? അതൊരു മനുഷ്യന്റെ പേരാണ്. ബ്ലെയ്സ് പാസ്കൽ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഫിസിസിസ്റ്റിന്റെ പേരാണ് പാസ്കൽ. ആ ജർമ്മൻ ആണോ ഫ്രഞ്ച് ഫിസിസ്റ്റ് ആണോ എന്ന് എനിക്കൊന്നുകൂടെ നോക്കണം. ഏതായാലും ജർമ്മനിയോ ഫ്രഞ്ചിൽ നിന്നുള്ള ഒരു മാത്തമെറ്റീഷ്യൻ ഫിസിസിസ്റ്റിന്റെ പേരാണ് ബ്ലെയ്സ് പാസ്കൽ. അദ്ദേഹമാണ് പ്രഷർ എന്ന് പറയുന്ന ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ളതിന് പാസ്കൽ എന്നുള്ള യൂണിറ്റ് ഒക്കെ കണ്ടുപിടിച്ചപ്പോ അങ്ങനെ ശാസ്ത്രത്തിന് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുതന്ന ഒരുപാട് ശാസ്ത്രജ്ഞന്മാര് ക്രിസ്തീയ ശാസ്ത്രജ്ഞന്മാരാണ്. ഇന്ന് ക്രിസ്ത്യൻ സയന്റിസ്റ്റുകളും ഉണ്ട്. എന്നാൽ ക്രിസ്ത്യൻ പേരുകൾ ഉണ്ടായിട്ടും ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത ശാസ്ത്രജ്ഞന്മാരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഈ പരിണാമവും കാര്യങ്ങളൊന്നും അല്ല. യഥാർത്ഥത്തിൽ ഇപ്പം ഈ കുരങ്ങിന്ന് ഇവോൾവ് ചെയ്ത് വന്നതാണെങ്കിൽ കുരങ്ങനെ പോലല്ല മനുഷ്യനുള്ളത്. ചെറിയ ദൈവം സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെതായ പല സാദൃശ്യങ്ങളും കാര്യങ്ങളിലും ഒക്കെ വെച്ച് സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യർക്ക് ഉള്ള ഒരു കാര്യം ഈ ബാക്കി പക്ഷി മൃഗാദികൾക്ക് ഇല്ലാത്ത എന്താന്ന് ചോദിച്ചാൽ എന്താ ഇപ്പൊ നമ്മൾ പറഞ്ഞേ? ആത്മാവ്. നമുക്ക് ആത്മാവ്, ദേഹി, ദേഹം എന്നുള്ള ഒരു 3 ഘടകങ്ങൾ ഉള്ളതായിട്ട് പറയുന്നൊരു വാക്യം അറിയാമോ ബൈബിളിലെ? എവിടാ? 1 തെസ്സലോനിയർ 5:23. നിങ്ങളത് എഴുതി എടുത്തോ. 1 തെസ്സലോനിയർ നിങ്ങൾ വീട്ടിൽ ചെന്ന് നോക്കണം. ബൈബിൾ അല്ല, മറ്റേ നോട്ട്ബുക്ക് ഉള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ട്ബുക്ക് ഉണ്ട്. നോട്ട്ബുക്കിൽ അത് എഴുതി എടുത്ത കുഞ്ഞുങ്ങളെ പേപ്പറും 1 തെസ്സലോനിയർ 5:23. അപ്പൊ അതിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമുക്ക് എന്തൊക്കെയുണ്ട്? ആത്മാവുണ്ട്, ദേഹിയുണ്ട്, ദേഹമുണ്ട്. അപ്പൊ ദേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ബോഡി. നമ്മളിപ്പോ ഈ കൈ, കാല്, നമ്മൾ കാണുന്ന ഈ ശരീരമാണ് ദേഹം. ദേഹി എന്ന് പറഞ്ഞാല് സോൾ അല്ലെങ്കിൽ പ്രാണൻ. ദേഹി എന്ന് പറഞ്ഞാല് നമ്മളുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ആകത്തുക പറയുന്നതാണ് നമ്മുടെ ദേഹി എന്ന് പറഞ്ഞാൽ. അതിനകത്ത് നമ്മളുടെ ചിന്തകളുണ്ട്, അത് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്, ചിന്തിക്കാനുള്ള ശേഷി. പിന്നെ നമ്മളുടെ വികാരങ്ങള്, നമുക്ക് സന്തോഷം തോന്നുന്നു, ദുഃഖം തോന്നുന്നു, വികാരങ്ങളുണ്ട്. പിന്നെ നമുക്ക് തീരുമാനം എടുക്കാനുള്ള കഴിവ്, അതാ വിൽ പവർ. തീരുമാനം എടുക്കാനുള്ള കഴിവ്, നമുക്ക് ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ. ഇപ്പൊ നിങ്ങള് അപ്പനമ്മമാര് പറയുന്നതൊക്കെ അനുസരിച്ച്, ചർച്ചിൽ അങ്കിൾമാരും ആന്റിമാരും ഒക്കെ പറയുന്നതനുസരിച്ച് ഇന്നിങ്ങോട്ട് വന്നു, നിങ്ങൾ തീരുമാനം എടുത്ത് വന്നു. അപ്പൊ അവിടെ നിങ്ങൾ ഈ ചോസ് ടു കം, അതൊക്കെ നമ്മള് ബ്രെയിനിൽ നമ്മൾ ആ ഒരു തലച്ചോറിന്റെ പ്രവർത്തനത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനത്തിൽ നിങ്ങളിങ്ങനെ വന്നു. അതാ ദേഹി എന്ന് പറയുന്നത് ഈ നമ്മളുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങളുടെ തീരുമാനം എടുക്കാനുള്ള കഴിവുമൊക്കെ ചേർന്നുള്ള ആ നമ്മളുടെ തലച്ചോറിന്റെ ശേഷിയ. അത് മൃഗങ്ങൾക്കും ഉണ്ട്. മൃഗങ്ങൾക്ക് ചിന്തിക്കാനും തന്റെ ഇണയെ കണ്ടെത്താനും അല്ലെ കുഞ്ഞുങ്ങളെ കരുതാനും ഒക്കെ മൃഗങ്ങൾക്കും പറ്റും. പക്ഷേ മൃഗങ്ങൾക്ക് എന്താ ഇല്ലെന്ന് നമ്മൾ പറഞ്ഞേ? ആത്മാവ്, ദേഹം, ദേഹി, ആത്മാവ്. ശരിക്കും അതിന്റെ ഓർഡർ 1 തെസ്സലോനിയർ 5:23 ഏത് ഓർഡറിലാണ് നമ്മൾ വായിക്കുന്നേ? ആത്മാവ്, ദേഹി, ദേഹം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ആത്മാവ്, പിന്നെ ദേഹി, പിന്നെ ദേഹം. ആ ഓർഡറിലാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ആത്മാവ് ഇതിൽ ആർക്കില്ല? ബാക്കി മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ഒന്നും ഇല്ല. അതുകൊണ്ട് അവർക്ക് ദൈവോന്മുഖമായ ഒരു ചിന്ത വരാൻ, നമുക്ക് ഒരു ദൈവത്തിനോടുള്ള ഒരു ദൈവോന്മുഖമായിട്ടുള്ള ഒരു കാര്യം. ഞാൻ മുമ്പേ പറഞ്ഞ ആ ഒരു ഡോക്ടറിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ പുള്ളി കഴിഞ്ഞ പ്രാവശ്യത്തെ കൺസൾട്ടേഷൻ തന്നെ ഞാനിങ്ങനെ ഇപ്പൊ ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ എന്റെ ഒരു സാക്ഷ്യം ജസ്റ്റ് 2 സെൻസിലൊക്കെ പറഞ്ഞ് ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുന്നതിന് വിരോധമൊന്നുമില്ലല്ലോ. ഇല്ല ഡോക്ടറെ, പുള്ളി ആ ബഹുമാനത്തില് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് പുള്ളിക്കായിട്ട് ജസ്റ്റ് പ്രാർത്ഥിച്ച് കുറച്ച് ക്രിസ്ത്യൻ വീഡിയോസും ഞാൻ തന്നെ സംസാരിച്ച് കുറച്ച് വചനത്തിന്റെയും ക്രിസ്ത്യൻ കൗൺസിലിങ്ങിന്റെ അല്ലാത്ത കൗൺസിലിങ്ങിന്റെ സെക്യുലർ കൗൺസിലിങ്ങിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ പുള്ളിക്ക് അയച്ചു കൊടുത്തായിരുന്നു. നമ്മുടെ ഒരു ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം ആഡ് ചെയ്തായിരുന്നു. ഇന്നലെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു, ഡോക്ടർ ഇപ്പൊ എനിക്ക് ഈ നിരീശ്വരവാദമൊക്കെ ഒന്നും വേണ്ട, ദൈവം ഉണ്ട് എന്നൊക്കെ എന്തോ ഒരു തോന്നലൊക്കെ വരാൻ തുടങ്ങി. എന്തോ ഒരു അങ്ങ് പുള്ളിയൊക്കെ ഭയങ്കര ഫോട്ടോ ഡിസേബിൾ ആയതൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ദൈവം എന്തോ പ്രവർത്തിച്ച്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് പുള്ളി വലിയ ഡോക്ടറും വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ നിലയിലൊക്കെ അങ്ങ് ജീവിക്കുന്നു. പക്ഷെ ജീവിതത്തിൽ ഒത്തിരി പാളിച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഒത്തിരി ക്രൈസിസും ഒക്കെ വന്നപ്പോഴാ ആരോ പറഞ്ഞതുപോലെ ക്രൈസിസ് ഉണ്ടാവുമ്പോഴേ ക്രൈസ്റ്റിനെ മാത്രമേ രക്ഷിക്കാനൊക്കത്തുള്ളത് മനസ്സിലാവും. അതുവരെ വലിയ വിരോധം ദൈവമില്ലോ, അതാണ് ദൈവമില്ല എന്ന് ആര് പറയുന്നു? ആര് ഹൃദയത്തിൽ പറയുന്നതാണ് ബൈബിളിൽ പറയുന്നത്? മൂടൻ. അത് എവിടെ വാക്യം? സങ്കീർത്തനം 14:1 വാക്യം. അതെടുത്ത് വാക്യം. നമ്മളിവിടെ ഹെസ്കേലിൽ ഇപ്പൊ നമ്മൾ ഉണ്ടല്ലേ, ഹെസ്കേലിൽ ഒരു വിരൽ വെച്ചുകൊണ്ട് ഹെസ്കേലിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അത്
ഇങ്ങനെ മൂടന് എന്താ പറയുന്നത്? മൂടന് അവൻ ഉറക്കെ വിളിച്ച് പറയുന്നല്ല പറയുന്നേ, അവൻ ഹൃദയത്തിൽ പറഞ്ഞെന്നാ. അപ്പം സങ്കീർത്തനം 14 ഒന്നാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നേ? ദൈവമില്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പൊ ഒരാളത് ഉറക്കെ വിളിച്ച് പറയുവാണെങ്കിൽ അയാൾ എന്തുമായിരിക്കും? ഈസ് എ ഗ്രേറ്റർ ഫൂൾ. അയാള് കൂടുതൽ കൂടുതൽ ഗ്രേഡ് കൂടിയ മൂടനാന്ന് പറയുന്നത്. നമ്മൾ ആരും ചെയ്ത് അങ്ങനെ വിളിക്കാനല്ല പറയുന്നത്, അവരുടെ അറിവില്ലായ്മയിൽ അവരങ്ങനെ പറയുന്നത്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ പല ക്രൈസിസ്, നമുക്ക് തിരിച്ച് എഹസ്കേലിലോട്ട് വരാം. എന്തെങ്കിലുമൊക്കെ ക്രൈസിസ്, എന്തെങ്കിലും ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ചില പ്രയാസങ്ങള്, പ്രതിസന്ധികള്, ചില പ്രോബ്ലംസ് നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നടക്കാതൊക്കെ വരുമ്പോഴാണ് യഥാർത്ഥത്തില് ക്രൈസ്റ്റിന് മാത്രമേ, ക്രിസ്തുവിന് മാത്രമേ, ക്രിസ്തു എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? അഭിഷിക്തൻ എന്നാ ക്രിസ്തു എന്നുള്ള വാക്കിന്റെ അർത്ഥം. അഭിഷേകം ചെയ്യപ്പെട്ടവൻ, പിതാവിന്റെ അഭിഷേകം ചെയ്യപ്പെട്ടവനായ പിതാവിന്റെ വചനമായിട്ട് ഈ വചനം ഒരു മനുഷ്യരൂപം എടുത്ത് വന്ന ഈ യേശുക്രിസ്തുവിന് മാത്രമേ നമുക്ക് സമാധാനം, യഥാർത്ഥത്തിൽ സമാധാനം, സന്തോഷം തരാൻ പറ്റുമെന്ന് മനസ്സിലാവും. അപ്പൊ അതാ എന്റെ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ആ എഹെസ്കേൽ 36 നിങ്ങൾ കണ്ടോ? ശുദ്ധജലം തെളിച്ച് നിർമ്മലനാക്കും എന്നുള്ള കാര്യം കണ്ടോ? അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവര് രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ കാണും, എന്നാൽ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്കോ അതിന്റെ അത്ര ബോധ്യത്തിലേക്കോ ഒന്നും വരാതിരിക്കുന്നവർ കാണും. ചില കുഞ്ഞുങ്ങൾ ചിലപ്പോൾ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചർച്ചിൽ സ്ഥാനപ്പെടുകയൊക്കെ ചെയ്ത് കാണും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ശരിയാണോ, വെറുതെ എന്തെങ്കിലുമൊക്കെ ആണോ, ബാക്കി നിങ്ങളുടെ കൂട്ടുകാരന്മാരും അവർ കൂട്ടുകാരികളും ഒക്കെ പറയുന്നതിനെ കേട്ട് കൺഫ്യൂഷനായിട്ട് വെറുതെ ഇങ്ങനെ പേരിന് വേണ്ടി ചർച്ച വരുന്നു. അല്ലെങ്കിൽ പിന്നെ ആക്കാനും വേണ്ടി ഒക്കാനിക്കുന്നവണക്ക് ബൈബിൾ എപ്പോഴെങ്കിലൊക്കെ വായിക്കുന്നവണക്കൊക്കെ എന്നുള്ളൊരു പിന്മാറ്റാവസ്ഥയിലിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ കാണും നിങ്ങളുടെ ഇടയിൽ. അപ്പൊ എന്താ ഇന്നൊരു തിരിച്ചുവരവാ നമ്മൾ യഥാർത്ഥത്തില് ആ ഒരു ദൈവോന്മുഖമായിട്ടുള്ള ഒരു തിരിച്ചുവരവിലേക്ക് നമ്മൾ വരണം. അവിടെ ദൈവത്തിന്റെ ഒരു കഴുകല് നമുക്ക് പ്രാപിക്കണം. നമ്മുടെ ജീവിതത്തില് യഥാർത്ഥത്തിൽ ഈ സൃഷ്ടാവിനെ അറിഞ്ഞുകൊള്ളുക എന്ന് നമ്മൾ എവിടെ ഇപ്പൊ വായിച്ചു തുടങ്ങി? എവിടെ? സഭാപ്രസംഗി എക്ലേസിയാസ്റ്റസ് 12 ഒന്നാമത്തെ വാക്യത്തിലാണ് നമ്മളത് വായിച്ച്. അപ്പൊ ആ സൃഷ്ടാവ് നമ്മളെ സൃഷ്ടിച്ചതിനായ ദൈവം. ഇന്നലെ തന്നെ ഞാൻ മറ്റേ ശിഷ്യ ഡോക്ടറായിട്ടുള്ള ആ പയ്യനോട്, ആ യുവാവിനോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ അതെ സോ പേര് വിളിച്ച് ഞാൻ പറഞ്ഞു, എന്താ ഇപ്പൊ നമുക്ക് ഒരു കൃത്യമായിട്ട് ഓടുന്നൊരു വാച്ച് ഉണ്ടെന്നിരിക്കട്ടെ. കൃത്യമായിട്ട് ഓടുന്നൊരു വാച്ച് ഉണ്ടെങ്കിൽ ആ വാച്ച് വെറുതെ അങ്ങനെ ഉണ്ടായി വന്നതാണോ? വെറുതെ ഇരിക്കുമ്പോൾ കുറെ വലിയ സൂചി, ചെറിയ സൂചി, സെക്കൻഡ് സൂചി എല്ലാം കൂടെ അങ്ങ് ചേർന്ന് ഒരു ഡയലൊക്കെ ചേർന്ന് ഒരു വാച്ച് അങ്ങ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ആരോ ആ വാച്ച് ഉണ്ടാക്കിയതല്ലേ? കുറെ ആൾക്കാർ ചേർന്നോ, ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ആ വാച്ച് ഉണ്ടാക്കിയതാ. ഒരു വാച്ച് കൃത്യമായിട്ട് ഓടുന്നൊരു വാച്ച് ആരെങ്കിലും ഉണ്ടാക്കി എന്നുള്ളത് തലയിൽ ആൾതാമസമുള്ള ആർക്കും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഇത്രയും സൗരയൂഥവും അതുപോലെ എത്രയോ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം അതിന്റെ ഓർബിറ്റിലേക്ക് കൃത്യമായിട്ട് യുഗാന്തരങ്ങളോളം ഇത്ര മില്യൺസ് ഓഫ് ഇയേഴ്സ് ഇതുപോലെ കൃത്യമായിട്ട് ഒന്നും തമ്മിൽ കൂട്ടിയിടിക്കാതെ ഇതുപോലെ സഞ്ചരിക്കണമെങ്കിൽ ആ ഓരോ ഗ്രഹങ്ങളുടെയൊക്കെ ഭ്രമണപഥം അതിന്റെ ആ സമയമൊക്കെ വെച്ച് നമുക്ക് സമയം അതുപോലെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ തക്കവണ്ണം ഇത്ര കൃത്യതയോടെ ഒരു ഘടികാരം ഈ പ്രപഞ്ചത്തിന് ദൈവം സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പം ഇതെല്ലാം തന്നെ ഉണ്ടായി വന്നതാന്ന് പറയണമെങ്കിൽ അത് തിരുമണ്ടനായിരിക്കണം, അതുപോലെ വലിയ ഭോഷനായിരിക്കണം, അതുപോലെ കണ്ണട ചിട്ടാക്കുന്നവർക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ആ സ്രഷ്ടാവുണ്ട്, ആ സ്രഷ്ടാവായ ദൈവം തന്നെ. ആ സ്രഷ്ടാവായ ദൈവം അത് യേശുക്രിസ്തു മാത്രമാണെന്ന് നമ്മൾ എങ്ങനെ പറയുന്നത്? പലരും പല പേരിലൊക്കെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരെ പലരും നമ്മൾ വേറെ ആരെയും കല്ലെറിയാനോ ഒന്നുമല്ല. പക്ഷെ യഥാർത്ഥത്തിൽ സത്യദൈവമായിട്ട് ആരേ ഉള്ളൂ? യേശുക്രിസ്തുവേ ഉള്ളൂ. അങ്ങനെ പറയാൻ കാരണം എന്താ? അത് നമ്മളുടെ അനുഭവമാണ്, അത് അനുഭവിച്ചിട്ടുള്ള ഒരു അനുഭവമാണ് ഒരു വിധത്തിൽ പറഞ്ഞ. എന്നാൽ കുറച്ചുകൂടെ അതൊരു വസ്തുനിഷ്ഠമായിട്ട് ഒബ്ജക്റ്റീവായിട്ട് പറയുവാണെങ്കിൽ ഈ ബൈബിളിലാണ് ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പറയുന്ന ഈ കാര്യങ്ങൾ അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ആരെങ്കിലും എഴുതി ഉണ്ടാക്കിയ കഥയോ ഒന്നുമല്ല, സങ്കല്പമോ ഒന്നുമല്ല. ഇപ്പൊ ഏത് വർഷമാണെന്ന് നിങ്ങൾ പറഞ്ഞേ? ഇപ്പൊ ഏത് വർഷമാണ്? 2026. 2026 എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാ അത് ഫുൾ പറയുന്നത്? എങ്ങനെയാ? AD 2026 എന്ന് പറയും അല്ലേ? AD എന്ന് പറഞ്ഞാൽ എന്തുവാ? AD-BC കേട്ടിട്ടില്ലേ? AD എന്ന് പറഞ്ഞാൽ അന്നാ ഡോമിനി എന്ന് പറഞ്ഞാൽ ഇയർ ഓഫ് ദ ലോർഡ് എന്ന് അതിന്റെ അർത്ഥം. കർത്താവിന്റെ വർഷം എന്ന് പറയുന്നത്.
ഇപ്പം ചില ചരിത്ര പണ്ഡിതന്മാർക്കൊക്കെ AD BC എന്ന് പറയും, ബിഫോർ ക്രൈസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ആ ക്രൈസ്റ്റ് എന്ന് പറയുന്ന കുറച്ച് അലർജി ആയിട്ടുള്ള ആൾക്കാരൊക്കെ അത് ACE BC, ബിഫോർ കോമൺ ഇറ, ആഫ്റ്റർ കോമൺ ഇറ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ പുതിയ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അവര് കുറച്ചുകൂടെ സെക്കുലർ കളിക്കാൻ വേണ്ടി, മതേതരത്വം കളിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ഈ ഇതുപോലൊക്കെ ആക്കുന്ന ചരിത്ര പുസ്തകങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എല്ലാം നമ്മൾ ലോകത്തിന്റെ കാര്യങ്ങളും ഇതെല്ലാം ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന ഗ്രിഗോറിയൻ കലണ്ടർ വെച്ചായതുകൊണ്ട് അവർക്കത് മാറ്റം നിർവാഹമില്ല. ഇത് AD 2026. AD 2026 എന്ന് പറഞ്ഞാല് അതിന് മുമ്പുള്ള വർഷങ്ങൾ എന്താ? BC. BC എന്ന് വെച്ചാൽ ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാല് ക്രിസ്തുവിന് മുമ്പ്. അപ്പം ഏതൊരു ചരിത്രകാരനും നിഷേധിക്കാൻ പറ്റാത്തൊരു യാഥാർത്ഥ്യമാണ് ആര്? യേശുക്രിസ്തു. യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്. വെറുതെ ആരെങ്കിലും ഒക്കെ പറഞ്ഞുണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ആരോ ഇങ്ങനെ ഒരു കൊച്ചുകൊടുപ്പാൻ കാലത്ത് എഴുതിയുണ്ടാക്കിയ കഥകളല്ല. മറിച്ച് ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമായി. AD BC എന്ന് നമ്മള് പറയുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ നോട്ട്ബുക്കിൽ ഡേറ്റ് എഴുതുമ്പോൾ അവിടെ യേശുക്രിസ്തു ചരിത്രത്തെ AD BC ആയിട്ട് രണ്ടായിട്ട് കീറി മുറിച്ച നസ്രയത്തിലെ തച്ചനാണ് യേശുക്രിസ്തു. കർത്താവ് നസ്രയത്തിലെ തച്ചനായിട്ട് വളർന്നു വന്ന് 30 വയസ്സിന് ശേഷം കർത്താവ് ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിച്ച കാര്യങ്ങൾ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലേ. തച്ചൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ തടിപ്പണിക്കാര് ഈ തടിയൊക്കെ ഒറ്റ വെട്ട്, ഒരു വെട്ട് മുറി രണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതുപോലെ ചരിത്രത്തെ രണ്ടായിട്ട് അങ്ങ് കീറി മുറിച്ചു കർത്താവ്. അത്രയും ആ ചരിത്രാതീതനായ ഒരു പുരുഷനാണ് യേശുക്രിസ്തു. അത് മാത്രമല്ല, ഈ ബൈബിളിലെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന പ്രവചനങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ ബൈബിൾ എങ്ങനെ യാഥാർത്ഥ്യം നമുക്ക് എങ്ങനെ വിശ്വസിക്കാനാകും? ശരിയാണ്, ആ ബൈബിളിലെ വചനങ്ങൾ നമുക്ക് ജീവനും അനുഭവവും സ്വാതന്ത്ര്യമായിട്ടുള്ളവർക്ക് നമുക്കറിയാം, അതാണ് സത്യം, നമുക്കറിയാം. പക്ഷേ കുറച്ചുകൂടെ ഇതൊന്നും മനസ്സിലാക്കാൻ പ്രയാസമുള്ളവർക്ക് അത് വസ്തുനിഷ്ഠമായിട്ട് പറയുവാണെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങള് അതുപോലെ നൂറുകണക്കിന് പ്രവചനങ്ങള് എവിടെ ഉണ്ട്? ബൈബിളിലുണ്ട്. ആ പ്രവചനം യേശുക്രിസ്തു അവതരിക്കുന്നതിന് മുമ്പ് തന്നെ 700ഓളം വർഷങ്ങൾക്ക് മുമ്പേ യേശു കർത്താവ് എവിടെ ജനിക്കും എന്നുള്ള കാര്യം ബൈബിളിൽ എഴുതി വെച്ചു. എവിടെ എഴുതി വെച്ചേ അറിയാവോ? മീക്കായുടെ പുസ്തകം എഴുതി വെച്ച മീക്കായുടെ പുസ്തകം ഇംഗ്ലീഷിൽ ചിലപ്പോൾ മൈക്ക എന്ന് പറയും, മലയാളത്തിൽ നമ്മൾ മീഖ എന്ന് പറയും. മീഖയുടെ പുസ്തകം 5:2 എഴുതിയിട്ടുണ്ട്. ബെത്ലഹേമിലാണ് ഇവിടെ യേശുക്രിസ്തു ജനിച്ചേ. ബെത്ലഹേമിലാ ഈ യേശുക്രിസ്തു ജനിച്ചതെന്ന്. അത് ഇന്നും യഹൂദന്മാര് ക്രിസ്തുവിലേക്ക് വിശ്വാസത്തിലേക്ക് വരാത്തുള്ള യഹൂദന്മാർക്ക് ഇന്നും അവരുടെ പഴയ നിയമ പുസ്തകം എടുത്ത് നോക്കിയാൽ മീഖയുടെ പുസ്തകമുണ്ട്. മീഖയുടെ പുസ്തകം അത് BC 700-കളിൽ എഴുതിയ പുസ്തകമാണെന്നുള്ള കാര്യം ചരിത്ര യാഥാർത്ഥ്യമാണ്. അപ്പൊ ആ യേശുക്രിസ്തു വരുന്നതിന് 700ഓളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യേശുക്രിസ്തു എവിടെ ജനിക്കണ്ടേ? ഇപ്പൊ നിങ്ങളൊക്കെ എവിടെ ജനിക്കുന്നതെന്നുള്ള കാര്യം ഇപ്പൊ നിങ്ങൾ ചിലപ്പോ ഇവിടെ ചേപ്പാടും ഹരിപ്പാടും പള്ളിപ്പാടും ഇവിടെ മുട്ടത്തും എവിടെയൊക്കെ ജനിച്ച കുഞ്ഞുങ്ങളായിരിക്കും നിങ്ങൾ പലരും. അപ്പൊ എന്നാൽ നിങ്ങൾ ജനിക്കുന്നതിന്റെ 100 വർഷം മുമ്പേ ഇങ്ങനെ ഒരാള് ഇവിടെ ജനിക്കും എന്ന് എഴുതി വെച്ചെന്നിരിക്കട്ടെ. അതെന്തൊരു അത്ഭുതമാണ് അല്ലേ? അപ്പൊ ഇവിടെ യേശുവിന്റെ ജനനം അതുപോലെ പ്രവചിക്കപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ യെശയ്യാ 53-ാം അധ്യായമൊക്കെ എടുത്ത് നോക്കിയാൽ അവിടെ യേശുക്രിസ്തുവിന് ക്രൂശുമരണം, അതുപോലെ ക്രൂശുമരണം കണ്ട ഒരാൾ എഴുതി വെച്ചേക്കുന്ന പോലെ അവിടുന്ന് നമുക്ക് വേണ്ടി തകർന്ന് നുറുങ്ങിയിരിക്കുന്നു, കർത്താവ് തുളയ്ക്കപ്പെട്ടത് കാര്യങ്ങളും പിയേഴ്സായ കാര്യങ്ങളും അവിടുന്ന് തകർന്ന് നുറുങ്ങിയിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ ആളല്ലെന്ന് തോന്നുമാറായിരിക്കുന്ന കാര്യമൊക്കെ നമ്മുടെ യെശയ്യാ 52-ന്റെ അവസാനം വായിക്കുന്നത്. ആ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അതും യെശയ്യാവിന്റെ പുസ്തകം 700 BC-കളിൽ എഴുതിയ പുസ്തകമാണ്. അപ്പം കർത്താവിന്റെ വരവിന്റെ അത്രയും വർഷങ്ങൾക്ക് മുമ്പേ എന്തുണ്ടായി? ഈ ഒരു പ്രവചനം ഉണ്ടായി. അപ്പൊ ആ പ്രവചനങ്ങൾ നിവർത്തിയാക്കും. അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാഷ്ട്രമുണ്ട് അല്ലേ? അപ്പൊ പണ്ട് ഒരു സഹോദരൻ പറഞ്ഞു കേട്ടായിരുന്നു. പുള്ളി ഇങ്ങനെ ഒരു നാമധേയ ക്രിസ്ത്യാനിയായിട്ട് പുള്ളി ഇങ്ങനെ ഒരു പാരമ്പര്യ സഭയിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ പുള്ളി ഇങ്ങനെ നോക്കിയപ്പം പത്രത്തിൽ എപ്പോഴും ഒരു രാജ്യത്തിന്റെ പേര് വരും. എന്തുവാ? ഇസ്രയേൽ എന്ന് നോക്കിയാൽ ഇസ്രയേൽ അവിടെ അതാണ് കലാപം, അവിടെ ബോംബ്, യുദ്ധം, കാര്യങ്ങള്. ബൈബിളിൽ ഇത് തന്നെയല്ലേ പറയുന്നത്, ഇസ്രയേൽ. അപ്പൊ ഈ ബൈബിളിൽ പറയുന്ന കാര്യത്തിൽ എന്തോ കാര്യമുണ്ട്. ഇപ്പോഴും ഉള്ള ഇസ്രയേലിനെ കുറിച്ച് ഈ ബൈബിളിലും പറഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെ പുള്ളി ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയായിട്ട് പുള്ളി അങ്ങനെ വന്ന് പോവുമായിരുന്നു. പക്ഷെ ഈ ഇസ്രായേൽ എന്നുള്ള പത്രത്തിനെ ശ്രദ്ധിച്ച് ബൈബിളിൽ ഇത് തന്നെ പറയുന്നത്. അപ്പൊ എന്തോ കാര്യമുണ്ട്. അപ്പൊ പുള്ളി ഇതൊക്കെ വായിച്ച് കാര്യങ്ങൾ നോക്കിയപ്പോ ബൈബിളിൽ ഈ പറയുന്ന പ്രവചനമൊക്കെയാണ് ഇപ്പൊ ഇസ്രായേലില് നിവൃത്തിയാകുന്നത് എന്നുള്ള കാര്യം പുള്ളിക്ക് മനസ്സിലായി. പുള്ളി വിശ്വാസത്തിലേക്ക് വന്നൊരു സഹോദരനെ എനിക്കറിയാം.
ഞാൻ പറഞ്ഞത് വെച്ചാൽ അതുപോലെ തന്നെ ഇസ്രായേൽ ജനതയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇസ്രായേൽ ജനതയുടെ ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാമോ? ഇപ്പൊ ഇസ്രായേൽ ഒരു കൊച്ചു കിട്ടാവട്ടത്തുള്ള ഒരു ചെറിയൊരു രാഷ്ട്രമാണ് ഇസ്രായേൽ. ഇസ്രായേൽ ഏത് ഭൂഖണ്ഡത്തിലാ, ഏത് കോണ്ടിനെന്റിലാ ഇസ്രായേൽ? ഉം? ഏഷ്യ. നമ്മൾ ഏത് കോണ്ടിനെന്റിലാ? നമ്മൾ ഏഷ്യയില. ഇപ്പൊ പലരും പറയും, ഓ ക്രിസ്തീയത എന്ന് പറയുന്നത് അതെന്തോ പാശ്ചാത്യ മതമാ, വെസ്റ്റേൺ റിലീജിയൻ എന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇസ്രയേലും ഏഷ്യൻ ഭൂഖണ്ഡത്തില്, ആ ഏഷ്യ യൂറോപ്പിന്റെ അടുത്തോട് ചേർന്ന് കിടന്ന് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇസ്രയേൽ. നിങ്ങൾ ഡൗട്ടുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കും. പക്ഷെ പലർക്കും അത് അറിയത്തില്ല. പലരും വിചാരിക്കുന്നത് എന്തോ ഏതാണ്ട് അങ്ങ് വെസ്റ്റില്ല, പാശ്ചാത്യം വെസ്റ്റ്, പടിഞ്ഞാറൻ ദേശമാണ്. പക്ഷെ അല്ല, ഇസ്രയേല് യഥാർത്ഥത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ, ആ ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ് നമ്മുടെ ഇന്ത്യയും കേരളവും ഒക്കെ ഉള്ളത്. അപ്പൊ ഈ ഇസ്രയേൽ രാഷ്ട്രത്തിന്റെ ചരിത്രം പറയുവാണെങ്കിൽ എന്താ, ഇസ്രയേൽ ജനത, ആ യഹൂദന്മാരെ, ഒരു യഹൂദനായിട്ടാണ് ദൈവം ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ ജനിച്ചപ്പോ ഒരു യഹൂദനായിട്ടാണ് ജനിച്ചത്. യഹൂദന്മാര് മോനെ ഇങ്ങോട്ട് നോക്കിക്കേ. യേശുക്രിസ്തു ഒരു യഹൂദനായിട്ട്, ഒരു ഇസ്രയേലിയനായിട്ടാണ് ജനിച്ചത്. അത് എന്തുകൊണ്ടാണ് കർത്താവ് ഇസ്രയേലിയനായിട്ട് ജനിച്ചതെന്ന് ചോദിച്ചാൽ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവത്തെ ഭയപ്പെട്ടിരുന്ന വിശ്വസ്തനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, എബ്രഹാം. ആ എബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്ത പ്രകാരം എബ്രഹാമിന്റെ മകനായ ഇസഹാക്ക്, യാക്കോബാണ് ഇസ്രയേൽ എന്നുള്ള പേര് പ്രാപിച്ച ആ യാക്കോബിന്റെ 12 ഗോത്രങ്ങള്, ആ 12 മക്കളാണ് 12 ഗോത്രങ്ങളായിട്ട് ഇന്ന് ഇസ്രയേൽ ജനതയായിട്ടുള്ളത്. അപ്പൊ ആ ഇസ്രയേൽ, അപ്പൊ ദൈവം എബ്രഹാമിന്റെ സന്തതിയിലൂടെ ഭൂലോകം എന്നും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളൊരു ഒരു വാഗ്ദത്വമൊക്കെ ഉൽപ്പത്തി 22 അധ്യായത്തിലും ഉൽപ്പത്തിയിൽ പല അധ്യായങ്ങളിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. നിന്റെ സന്തതി ഭൂമിയിൽ എന്നും അനുഗ്രഹിക്കും, ആ സന്തതി യേശുക്രിസ്തുവാണ് ആ സന്തതി എന്നുള്ള കാര്യമൊക്കെ ഗലാത്യർ 3-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പം യേശുക്രിസ്തു അങ്ങനെ എബ്രഹാമിന്റെ സന്തതിയായിട്ട്, എബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, അങ്ങനെ ദാവീദിന്റെ സന്തതിയായിട്ട് യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചപ്പോൾ അന്നത്തെ യഹൂദന്മാര് പലരും യേശുവിനെ വിശ്വസിക്കാതെ യേശുവിനെ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ അതിന്റെ ശിക്ഷാവിധിയായിട്ട് എന്ത് സംഭവിച്ചു അറിയാമോ? പിന്നെ ഇങ്ങോട്ട് നോക്കിക്കാൻ മോനെ ഇനിയിപ്പം ഗേൾസിന്റെ അടുത്തേക്ക് ഇരുത്താൻ പോവാ. വേണോ? വേണ്ട. ആ മോനെ കുറച്ചുകൂടെ പുറമോട്ടിരുന്നോ? മോനെ മോനെ അങ്ങോട്ടിരുന്നോ, അങ്ങോട്ട് ആ കസേരയിലോട്ട് കയറിയിരുന്നോ? കയറിയിരുന്നു അങ്ങോട്ട് കയറിയിരുന്നോ? ഞാൻ അങ്ങനെ വെറുതെ വിടുന്ന ആളല്ലെന്ന് എന്നെ കേട്ടിട്ടൊക്കെ അറിയാം. എന്റെ ബസ്സിലൊക്കെ തന്നെ ആരെയും ഞാൻ ഉറങ്ങാൻ വിടത്തില്ല. നിങ്ങളാരും ഉറങ്ങുന്നൊന്നുമില്ല കേട്ടോ, നല്ല കാര്യം. അതുപോലെ തന്നെ ആരും ഇതുപോലെ പിരിവിപ്പോ ഞാൻ എവിടേക്ക് ക്ലാസ് എടുക്കാൻ പോയാലും ഇതുപോലെ ആരും ഉഴപ്പാൻ സമ്മതിക്കത്തില്ല. എന്നുവെച്ചാൽ ഒരാളെ നഷ്ടപ്പെട്ടു പോയിരുന്ന കർത്താവിന് ആഗ്രഹം കേട്ടോ. യേശു കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു, മോനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അടങ്ങിയിരുന്ന് കേൾക്കണം കേട്ടോ. ഓക്കെ. അപ്പം അവിടെ യഹൂദന്മാര്, കർത്താവ് ഒരു യഹൂദനായിട്ട്, യഹൂദന്മാർ എന്ന് പറഞ്ഞാൽ ഈ ഇസ്രയേലിനെയാണ് യഹൂദന്മാർ, ജ്യൂസ് എന്ന് പറയുന്നത്. യഹൂദനായിട്ടാണ് കർത്താവ് ജനിച്ച്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ യഹൂദന്മാരിൽ കർത്താവിനെ വിശ്വസിച്ചവരല്ല ക്രിസ്ത്യാനികളായിട്ട് മാറി. എന്നാൽ പലരും വിശ്വസിച്ചില്ല. അവരെന്ത് ചെയ്തു? എന്ത് ചെയ്തു? യഹൂദന്മാര് കർത്താവിനെ ക്രൂശില് കൊല്ലാനായിട്ട് റോമൻ ഗവൺമെന്റിനെ ഏൽപ്പിച്ചു കൊടുത്തു. അന്നത്തെ യഹൂദന്മാരെ ഭരിച്ചിരുന്ന ഗവൺമെന്റ് ഏതായിരുന്നു? റോമൻ ഗവൺമെന്റ് ആയിരുന്നു, റോമൻസ് ആയിരുന്നു. നമ്മളുടെ ഇന്ത്യയെ പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നെന്ന് പറയുന്നത് പോലെ അന്ന് ഇസ്രയേലിനെ ഭരിച്ചിരുന്ന റോമക്കാരായിരുന്നു കർത്താവ് ഭൂമിയിൽ വന്ന ആ സമയത്ത്. അപ്പൊ റോമൻ ഗവൺമെന്റിന്റെ ഏറ്റവും നീച മരണമായിട്ടുള്ള ക്രൂശ് മരണമൊക്കെ കർത്താവ് സഹിച്ചു. അപ്പൊ അതിന്റെ ശിക്ഷാവിധിയായിട്ട് AD 70 എന്ത് സംഭവിച്ചു അറിയാവോ? ഇസ്രയേലിന്റെ ചരിത്രം. ഈ ബൈബിള് ഇത്ര യാഥാർത്ഥ്യമാണെന്ന് എങ്ങനെ പറയാൻ പറ്റുന്നുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞു തരുന്നേ. ബൈബിള് നമ്മളുടെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് ബൈബിള് യാഥാർത്ഥ്യമാണെന്ന് എന്റെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തി. അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. എന്നാ ഇപ്പൊ നിങ്ങൾ ചെറുപ്പക്കാർ കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഓ ഈ അമ്മച്ചന്മാരും ഒക്കെ അങ്ങനെ പറയാം, എന്നാലും ഈ ബൈബിള് എങ്ങനെ ശരിയാന്ന് പറയാൻ ഒക്കുന്നേ എന്ന് പറയും. അപ്പൊ അതിനാ ഞാൻ പറഞ്ഞു വരുന്നത്, എന്താ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം, യേശുക്രിസ്തുവിന്റെ ജനനം ബത്ലഹേമിലായിരിക്കും എന്നുള്ള കാര്യം മീഖ 5:2 അവിടെ കർത്താവ് വരുന്ന 700ഓളം വർഷങ്ങൾക്ക് മുമ്പ്. അതുപോലെ ഒരുപാട് നൂറുകണക്കിന് പ്രവചനങ്ങളുണ്ട്. ഞാൻ അതെല്ലാം കൂടെ പറഞ്ഞു തുടങ്ങിയ ഇനിയിപ്പോ 2-3 ദിവസം കൂടെ കഴിഞ്ഞാലും തീരത്തില്ല. ഈ ബൈബിളില് യേശുവിനെ കുറിച്ച് പറയുന്ന പ്രവചനങ്ങളും ഒക്കെ ഒരു അമേരിക്കക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ, അമേരിക്കക്കാരനാണെന്ന് എന്റെ ഓർമ്മ, അതിന് ബ്രിട്ടീഷുകാരനാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ജോഷ് മക്ഡവൽ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ അടുത്ത് ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ജോഷ് മക്ഡവൽ എന്ന് പറഞ്ഞൊരു ഈ അടുത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, മേ ബി ഇപ്പോഴും ഉള്ള ഒരു മനുഷ്യനായിരിക്കും. അദ്ദേഹം ഇതുപോലെ എല്ലാം ഭയങ്കര സ്കെപ്റ്റിക്കലായിട്ട്, വളരെ സംശയാസ്പദമായിട്ട് നോക്കുന്ന ആളായിരുന്നു. അപ്പോ
എന്താ പറയുന്നത്, പുള്ളി ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബൈബിളിൽ യേശുവിനെ കുറിച്ചുള്ള പ്രവചനത്തിന് നിവൃത്തിയാന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരനെ ഇവര് വെറുതെ ഇവരെ വിടുക പറയുന്നത് ഇതൊന്ന് തെറ്റാണെന്ന് തെളിയിക്കണം എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ എന്ത് ചെയ്തു? പുള്ളിക്കാരൻ ഇതെല്ലാം കൂടെ പഠിക്കാൻ തുടങ്ങി. ഇത് ഓരോ പ്രവചനങ്ങളും വെറുതെ ഇത് എന്തെങ്കിലും കോയിൻസിഡൻസ് എന്തെങ്കിലും ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ യാദൃശിക എന്തെങ്കിലും സംഭവിച്ച കാര്യങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് പഠിക്കാൻ തുടങ്ങി. ഡീറ്റെയിലായിട്ട് ഓരോ പ്രവചനങ്ങളും തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പുള്ളി അങ്ങ് പഠിക്കാൻ തുടങ്ങി. കുറച്ചധികം പുള്ളിയുടെ കണ്ണ് തള്ളിപ്പോയി. എന്താ ഇത് പുള്ളിക്കാരൻ ഇത് മനസ്സിലായത്, ഇതാണ് ശരി എന്നുള്ള കാര്യം മനസ്സിലായി. പുള്ളിക്കാരൻ അതിനായിട്ട് ഒരു നല്ല ദൈവബദലായിട്ട് ആ ഒരു തന്റെ ജീവിതം കർത്താവിന് സമർപ്പിച്ച് അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, എവിഡൻസ് ദാറ്റ് ഡിമാൻഡ്സ് എ വേർഡിക്റ്റ് എന്ന് പറയുന്ന പുസ്തകം. ഇപ്പോഴും അത് യൂട്യൂബില് ഗൂഗിളിൽ സെർച്ച് ചെയ്ത അതിന്റെ പുസ്തകം നിന്നും നമുക്ക് ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബുക്ക് സ്റ്റോഴ്സിലൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടുന്ന ഒരു പുസ്തകം, എവിഡൻസ് ദാറ്റ് ഡിമാൻഡ്സ് എ വേർഡിക്റ്റ് എന്ന് വെച്ചാൽ തെളിവുകൾ ഉണ്ട്, അതൊരു വിധി പ്രസ്താവനയിലേക്ക് നമ്മളെ നയിക്കേണ്ട ഒരു തെളിവുകൾ. വിധി പ്രസ്താവന എന്ന് പറഞ്ഞാൽ, വേർഡിക്റ്റ് എന്ന് പറഞ്ഞാൽ വിധി പ്രസ്താവന, ദൈവം ഇതാണ് സാക്ഷാൽ ദൈവം, ഈ ക്രിസ്തുവാണ് യഥാർത്ഥത്തിലുള്ള സത്യദൈവം എന്നുള്ള ഒരു വിധി പ്രസ്താവനയിലേക്ക് നയിക്കേണ്ട തെളിവുകൾ, അത്രയും പ്രവചനങ്ങൾ നിവൃത്തിയാണ് യേശു ക്രിസ്തുവിലുള്ളതും ഇസ്രയേലിലുള്ളതും എന്നുള്ള കാര്യം പുള്ളി പറഞ്ഞു വരുന്നത്. ഇത്രയും പ്രവചനങ്ങൾ ചരിത്രത്തിൽ ഒരാളെ കുറിച്ചും ഇത്രയും പ്രവചനങ്ങൾ ഒരു വ്യക്തിയെ കുറിച്ച് വന്ന് ഇത് എല്ലാം കൂടെ കോയിൻസിഡൻസ് ആണ് എന്ന് പറയാൻ തലയിൽ ആൾതാമസമുള്ള ആർക്കും പറ്റത്തില്ല. വേണമെങ്കിൽ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് എല്ലാം ഇരുട്ടുന്ന ഒരാൾ കണ്ണടച്ചിട്ട് പറയും ഇപ്പൊ രാത്രിയാ എന്ന് പറഞ്ഞാൽ നമുക്ക് പുള്ളി നോക്കാൻ പറ്റില്ല. ഇപ്പം അയ്യോ പാവം പുള്ളി കണ്ണടച്ചിരുട്ടാക്കിയത് എന്താ കാര്യം? പുള്ളി കണ്ണടച്ച് ഇരുട്ടാന്ന് പറയുന്നതുകൊണ്ട് ബാക്കി എല്ലാവർക്കും ഇരുട്ടാവുമോ? ഇല്ല എന്ന് പറയുന്ന പോലെ അതുപോലെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണിത്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ ഒരു പ്രവചനങ്ങൾ. പിന്നെ ഇസ്രയേല്, ഞാൻ AD 70 എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, ഈ യഹൂദന്മാര് കർത്താവിനെ ക്രൂശിച്ച് കൊന്നതിന്റെ അവരുടെ മേല് ഇതിന്റെ ശിക്ഷാവധി ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് യഹൂദന്മാര് പറഞ്ഞു നിലവിളിച്ച് ആക്രോശിച്ച കർത്താവിനെ ക്രൂശിച്ച് ദൈവം അത് അക്ഷരികമായിട്ട് തന്നെ അവരുടെ മേൽ അത് വരുമാറാക്കിയത് എങ്ങനെയാണ്? AD 70 ജനറൽ ടൈറ്റസ് എന്ന് പറയുന്ന ഒരു റോമൻ ജനറലിന്റെ കീഴില് പട്ടാളം വന്ന് യെരുശലേം എല്ലാം കീഴടക്കി അവരെല്ലാം, അതെല്ലാം ഛിന്ന ഭിന്നമായ യഹൂദന്മാരെല്ലാം ലോകത്തിന്റെ പല ഭാഗത്തേക്കും, കേരളത്തിലും ഒക്കെ മട്ടാഞ്ചേരിയിലും ഒക്കെ യഹൂദന്മാരുണ്ടായിരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് അവർ ചെതറിപ്പോയി ആ യഹൂദ ജനത. അതും ബൈബിളിലെ പ്രവചനമാണ്. ഇവര് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക്, എല്ലാ ഭാഗത്തിലേക്കും ചെതറിപ്പോകും എന്നുള്ളതും ബൈബിളിലെ പ്രവചനമാണ്. അതിനുശേഷം എന്താ അവിടെ കർത്താവിന്റെ ഒരു പ്രവചനം ഉണ്ടായിരുന്നു. ഈ യെരുശലേം ദേവാലയത്തിന്റെ കല്ലിന്മേൽ ശേഷിക്കുകയില്ല. ഇപ്പം ഇതിവിടെയൊക്കെ നമ്മള് ഇഷ്ടികയുടെ മേല് വെച്ചല്ലേ ഇത് ഉണ്ടാക്കിയേക്കുന്നേ, കെട്ടിടം ഉണ്ടാക്കിയേക്കുന്നത് ഇല്ലേ? നിങ്ങളാരും കണ്ടിട്ടില്ലേ കെട്ടിടം ഉണ്ടാക്കുന്നത് ഇഷ്ടികയുടെ മേലെ? അപ്പൊ യെരുശലേം ദേവാലയത്തിന്റെ ഭംഗിയൊക്കെ ശിഷ്യന്മാര് പറയുന്ന ഒരു അവസരത്തിൽ മത്തായി 24 അധ്യായത്തിലും ലൂക്കോസ് 21 അധ്യായത്തിലും ഒക്കെ കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്, ഇത് കല്ലിന്മേൽ ശേഷിക്കാതെ വരുന്ന ഒരു സമയം വരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ റോമൻ ജനറല് ഇതെല്ലാം ഛിന്ന ഭിന്നമാക്കിയപ്പോൾ എല്ലാം അതുപോലെ ഛിന്ന ഭിന്നമായി. പക്ഷെ എങ്കിലും കല്ലിന്മേലൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്താ അത് ചരിത്രത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഈ ടൈറ്റസ് ജനറലിനോട് വന്ന് പറഞ്ഞു, ഇവർക്കൊക്കെ ഒത്തിരി സ്വർണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ ഇതൊക്കെ ഈ കല്ലിന്റെ ഇടയിലും ഒക്കെ ആയിരിക്കും ഈ സ്വർണമൊക്കെ. പെട്ടെന്ന് ഇദ്ദേഹം ചുട്ട് ചാമ്പലാക്കി, ഈ ദേവാലയമൊക്കെ തകർത്തിട്ട് ഇദ്ദേഹം ചുട്ട് ചാമ്പലാക്കി. അപ്പോഴാ ആൾക്കാർ വന്ന് പറയുന്നത് ഇതിനകത്തൊക്കെ കുറെ സ്വർണ്ണമൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്വർണ്ണം പോയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആരോടെ സ്വർണം കണ്ടെത്താൻ വേണ്ടി നമുക്ക് എല്ലാ കല്ല് മേലും മാറ്റി നോക്കാൻ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? ഇവരെല്ലാം കൂടെ കല്ലുമേൽ മാറ്റി ശരിക്കും കല്ലുമേൽ ശേഷിക്കാതെ വന്നു. ശരിക്കും ദൈവത്തിന്റെ യേശുവിന്റെ ഒരു പ്രവചനമായിരുന്നു അത്. അവിടെ AD 70 നിറവേറ്റി. അത് ചരിത്രമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് വായിച്ചാൽ അതിന്റെ ചരിത്രപരമായിട്ട് ഇത് എത്ര ഫുൾഫിൽഡായി. ഇത് കർത്താവ് പറഞ്ഞ ഓരോ വാക്കുകൾ, പഴയ നിയമത്തിൽ പ്രവചിക്കപ്പെട്ട ഓരോ വാക്കുകൾ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഡിസ്കസ് ചെയ്തതെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതുപോലെ ഉള്ള അപ്പൊ നമ്മൾ ഇതൊക്കെ വായിക്കും, ഈ ചരിത്രം വായിക്കുമ്പോൾ, യേശുവിന്റെ പ്രവചനങ്ങൾ വായിക്കുമ്പോൾ നമ്മള് രോമാഞ്ചം ഉണ്ടാകുമെന്ന് പറയുന്ന കാര്യം. ഇത് കർത്താവിന്റെ വാക്കുകൾ എത്ര അക്ഷരികമായിട്ട് അത് ചരിത്രത്തില് ഫുൾഫിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതേ കർത്താവാണ് എന്ത് പറയുന്നേ, ഞാനിനി വീണ്ടും വരും, നിങ്ങളെ ചേർപ്പാനായിട്ട് വരും, ഒരു നാളില് നിങ്ങളുടെ ജീവിതത്തിന് കണക്ക് കൊടുക്കേണ്ട ഒരു നാട് വരും എന്ന് പറയുന്നതും ആര് തന്നെ? ഇതേ യേശു ക്രിസ്തു തന്നെ. നമ്മളിപ്പോ എഹെസ്കേൽ 36 തന്നെ ഉള്ളതെന്ന് എനിക്കറിയാം. എഹെസ്കേൽ 36 എന്തൊക്കെ നമ്മൾ വായിച്ചു? അതിന്റെ 25-ാമത്തെ വാക്യം ഞാൻ അതുകൂടെ പറഞ്ഞൊരു പ്രാർത്ഥനയോടെ ഇപ്പൊ ഈ സെഷൻ നമുക്ക് കൺക്ലൂഡ് ചെയ്തിട്ട് പിന്നെ നമ്മളൊരു ടീ ബ്രേക്കിലേക്ക് പോകും. അപ്പൊ അതിനു മുമ്പ് ആ 25-ാമത്തെ വാക്യം നമ്മളിപ്പം വായിച്ചു. എഹെസ്കേൽ 36
25, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. 25 ഞാൻ ആദ്യം വായിക്കാം. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തെളിക്കും. ആ ഒരു കഴുകല്. ഇന്ന് നിങ്ങള് പലവിധമായിട്ടുള്ള അവസ്ഥയിൽ വന്നിട്ടുള്ള ആൾക്കാരാ. അന്ന് കർത്താവ് എനിക്ക് ജീവൻ നൽകുമാറാക്കിയ ആ വചനം ഇന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവൻ നൽകുമാറാക്കണം, നിങ്ങളത് ഏറ്റെടുക്കുവാണെങ്കിൽ. നിങ്ങളത് ആ വചനം താഴ്മയോടെ സൗമ്യതയോടെ, കർത്താവേ അവിടുത്തെ വചനം പോലെ ഇതിലാവട്ടെ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ കുറിച്ച് നമ്മളെ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ആരാ? ദൈവമേ, ഞാൻ അവിടുത്തെ അടിമദാസി, അവിടുത്തെ വചനം പോലെ ഇതിലാവട്ടെ എന്ന് പറഞ്ഞ പെൺകുട്ടി ആരാ ബൈബിളില്? ഒരു ടീനേജ് ഗേൾ ഉണ്ടായിരുന്നു. ആരാ? മറിയം. യേശുക്രിസ്തുവിന്റെ അമ്മയായിട്ടുള്ള മറിയം ഗബ്രിയേൽ മാലാഖ വന്ന് ദൈവപിതാവിൽ നിന്നുള്ള വചനം കൊണ്ടുവരുമ്പോൾ, ഇതാ ഞാൻ കർത്താവിന്റെ അടിമദാസി, അവിടുത്തെ വചനം പോലെ ഇതിലാവട്ടെ. ടീനേജ് ഗേൾ എന്ന് പറയാൻ കാരണം എന്താ? മറിയം എന്ന് പറയുമ്പോൾ നമ്മള് കുറച്ചുകൂടെ പ്രായമുള്ള ഒരു സ്ത്രീ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. എന്താ അന്ന് വിവാഹം നിശ്ചയം ചെയ്യപ്പെടുന്ന യഹൂദ പെൺകുട്ടികളുടെ പ്രായം അത് ടീനേജ് പ്രായം, ഒരു 16-17 വയസ്സൊക്കെ ആയിരിക്കും അന്നത്തെ കാലത്ത്. ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ആ ടീനേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കുറെ പേരൊക്കെ ടീനേജ് പ്രായമാണ്. ടീനേജ് 13 മുതൽ 19 വയസ്സ് വരെ നമ്മൾ ടീനേജ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ പെൺകുഞ്ഞ് എന്താ പറഞ്ഞേ? ഈ വചനം പോലെ ഇതിലാവട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരം മറിയത്തിന്റെ ഉദരത്തില് ഉരുവായത്. ഇന്ന് നമ്മൾ ഓരോരുത്തരും കർത്താവ് ഈ വചനം പോലെ ഇതിലാവട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ കർത്താവിനായിട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ക്രിസ്തുവിന്റെ ആത്മീയ ശരീരം, അന്ന് മറിയത്തിലെ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരം ഉരുവായെങ്കിൽ ഇന്ന് ക്രിസ്തുവിന്റെ ആത്മീയ ശരീരം നമ്മളുടെ ആത്മാവിൽ ഉരുവാകുവാൻ ഇടയാകും. അതൊരു വെറും പാഴ്വാക്കല്ല, എത്രയോ ആയിരക്കണക്കിന് പേരുടെ അനുഭവമാണ്. ഒരുപക്ഷെ ആത്മീയ അനുഭവം ഉള്ള ചിലരും കുഞ്ഞുങ്ങളും ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ എങ്കിലും ആ വചനം അധികമായിട്ടൊരു ജീവനായി തീരണം. ശരിയാണ്, എനിക്ക് ക്രിസ്തുവിന്റെ ജീവനൊക്കെ ഉള്ളിലുണ്ട്, പക്ഷെ അതിങ്ങനെ ഒരു മിന്നാമിനിങ് പോലെ ഇരിക്കുക. കുറച്ചുകൂടെ ജ്വലിക്കുന്ന ജീവനായിട്ട് എനിക്ക് ആയിത്തീരണം എന്നുള്ളൊരു സമർപ്പണം നിങ്ങൾക്ക് വേണം. അപ്പൊ നിങ്ങൾ ആ വാക്യം ഞാനിപ്പം വായിക്കുമ്പോൾ ബൈബിൾ ഇല്ലാത്തവരെ ശ്രദ്ധിച്ച് കേൾക്കണം. ബൈബിൾ ഉള്ളവർ ആ ബൈബിളിൽ ആ വാക്യം എടുത്തോ. യെഹെസ്കേൽ 36-25 വാക്യം, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. ഇന്ന് യേശുക്രിസ്തു നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവ് നിങ്ങളുടെ മേലെ നിർമ്മല ജലം തളിക്കാനായിട്ട് കർത്താവിന്റെ രക്തവുമായിട്ട്, കർത്താവ് മെൽക്കിസദേക്കിനെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ അവിടുന്ന് സ്വന്തം രക്തവുമായി അതിവിശുദ്ധ സ്ഥലമായ സ്വർഗത്തിലേക്ക് കയറിപ്പോയി എന്നൊക്കെയാണ് നമ്മൾ എബ്രായർ 9-ാം അധ്യായത്തിൽ വായിക്കുന്നത്. സ്വന്തം രക്തം തളിക്കാനായിട്ട് കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മളുടെ ജീവിതത്തില് നമ്മളുടെ ആ ആത്മാവിന്റെ കണ്ണായിട്ടുള്ള മനസ്സാക്ഷിയെ വഞ്ചിച്ചിട്ടോ നമ്മൾ ചിന്തിച്ചു ചില ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ദൈവത്തിന്റെ മുമ്പാകെ, ദൈവത്തിന്റെ വെളിച്ചത്തിന് മുമ്പാകെ നമുക്ക് കൊണ്ടുവരാം. നമ്മുടെ ജീവിതത്തില് നിങ്ങള് പപ്പയും അമ്മയൊന്നും അറിയരുതെന്ന് വിചാരിച്ച് നിങ്ങളുടെ ചിന്തിച്ച ചില ചിന്തകള്, ചില വാക്കുകള്, നിങ്ങൾ പറഞ്ഞ പല വാക്കുകള്, ദേഷ്യത്തിന്റെ വാക്കുകള്, പരദൂഷണത്തിന്റെ വാക്കുകള്, കള്ളം പറയുന്ന വാക്കുകള്, മറ്റൊരാൾക്കാരെ മുറിപ്പെടുത്തുന്ന വാക്കുകള്, അതെല്ലാം എന്താ? നമ്മുടെ മനസാക്ഷി നിരക്കാത്തത്. അതെല്ലാം പാപമാണ്. അസൂയ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, ആകുല ചിന്തകൾ, അതെല്ലാം പാപമാണ്. അതെല്ലാം കർത്താവിന്റെ മുമ്പാകെ, കർത്താവെ അവിടുത്തെ ആ നിർമ്മല ജലം തെളിച്ച്, അവിടുത്തെ രക്തം തെളിച്ച് പിന്നെ ശുദ്ധമാക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ വാക്യത്തിന്റെ ബാക്കി ഭാഗവും വായിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എന്താ? ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. നമ്മുടെ ജീവിതത്തില് ദൈവത്തെക്കാളും ഉപരി നമ്മൾ എന്താണോ സ്നേഹിക്കുന്നത് അതാ നമ്മുടെ ജീവിതത്തിലെ വിഗ്രഹങ്ങൾ. ചിലപ്പോൾ ആക്ഷരികമായിട്ടുള്ള കല്ലും മണ്ണുള്ള വിഗ്രഹമൊന്നും നമ്മൾ വണങ്ങുന്നില്ലായിരിക്കും, നമ്മൾ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ച് വളർന്നിട്ടുള്ളത് കൊണ്ട്. എന്നാൽ നമുക്ക് യേശുവിനെക്കാട്ടിൽ നമ്മൾ പ്രിയപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ മൊബൈൽ ഫോണാണോ നമുക്ക് യേശുവിനെക്കാട്ടിൽ ഇഷ്ടം? അതോ നമ്മളുടെ എന്തെങ്കിലും ചില ബന്ധങ്ങൾ, ചില പ്രണയബന്ധങ്ങൾ എന്ന് പറയുന്ന ചില കാര്യങ്ങളായിരിക്കും. വേറെ പലതരത്തിലുള്ള കാര്യങ്ങൾ, കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതാ നിങ്ങളുടെ വിഗ്രഹങ്ങള്. യേശുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരന്മാരായിരിക്കും, ചില കൂട്ടുകാരികളായിരിക്കും നിങ്ങള് യേശുവിൽ നിന്ന് അകറ്റിക്കളയുന്നു. അവരോടൊരു ആരോഗ്യകരമായ ഒരു അകലം, ഹെൽത്തി ഡിസ്റ്റൻസ്. നമ്മൾ ആരും പിണക്കണമെന്നല്ല, എന്നാൽ ചിലര് നമ്മളെ അങ്ങ് വഷളാക്കുന്നു. നമ്മൾക്ക് ചീത്ത സ്വഭാവങ്ങള്, ചീത്ത കൂട്ടുകെട്ടുകള്, നമുക്കതൊരു നമുക്ക് ദൈവത്തിന് നിരക്കാത്തതായിട്ട് ചില കാര്യങ്ങളിലേക്ക് നമ്മളെ വലിച്ചടിക്കുന്ന ചിലപ്പോൾ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
അതൊരു വിഗ്രഹമാണ് കർത്താവെ. എന്റെ കൂട്ടുകാരനോ കൂട്ടുകാരിയെക്കാട്ടിലുപരി ഞാൻ ആരെയാ സ്നേഹിക്കാൻ പോകുന്നേ? ഞാൻ യേശുവിനെ സ്നേഹിക്കാൻ പോകുന്നത്. അങ്ങനൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അവിടുന്ന് പറഞ്ഞ പ്രവചനങ്ങളെല്ലാം അതുപോലെ നിവർത്തിയായെങ്കിൽ കർത്താവെ, അവിടുന്ന് എന്റെ ജീവിതത്തിൽ ഒരു കണക്ക് കൊടുക്കാനായിട്ട് ഒരു നാളിൽ ഞാൻ നിൽക്കേണ്ടി വരും എന്നുള്ളതും യാഥാർത്ഥ്യമാണല്ലോ. കർത്താവെ, ഞാൻ എന്റെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം അങ്ങോട്ട് ഏറ്റു പറയുന്നത് നമുക്ക് പറയാം. കർത്താവിനോട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഏറ്റു പറയാം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കി കല്ലായുള്ള ഹൃദയം മാറ്റി. അതാ 26-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഒരു ഹൃദയം നൽകുന്നു. നമ്മളുടെ ഹൃദയം, നമ്മളുടെ നമ്മളുടെ മനുഷ്യാത്മാവ് അത് പാപം ചെയ്ത് കല്ലിച്ചു പോയിരിക്കുക. എന്നാൽ ആ കല്ലായുള്ള ഹൃദയത്തെ മാറ്റി ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ചെയ്യാനായിട്ട് ഏറ്റവും വലിയ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായിട്ടുള്ള ഏറ്റവും വലിയ കാർഡിയാക് സർജൻ ആയിട്ടുള്ള കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മളതങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി കർത്താവിന്റെ മുമ്പാകെ. കർത്താവേ, എന്റെ ഹൃദയം കല്ലിച്ചു പോയിരിക്കുക, കഠിനപ്പെട്ടിരിക്കുക, പാപത്തെക്കുറിച്ച് എന്നുള്ള ബോധം കർത്താവെ എനിക്ക് കുറഞ്ഞു വരികയാണ്. കർത്താവെ, എന്റെ കല്ലായിട്ടുള്ള ഹൃദയത്തെ അവിടെ ഇപ്പം തന്നെ മാറ്റണം. അവിടുത്തെ രക്തത്താൽ എന്നെ കർത്താവ് ശുദ്ധമാക്കണം. എന്റെ സകല മലിനതകള്, സകല വിഗ്രഹങ്ങളിൽ നിന്നൊക്കെ എന്നെ നിർമ്മലീകരിക്കണം. കർത്താവെ, എനിക്കൊരു പുതിയൊരു ഹൃദയം തരണം. കർത്താവെ, കല്ലായുള്ള ഹൃദയത്തെ എന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റി മാംസമായ ഹൃദയത്തെ എനിക്ക് തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെന്താ നമ്മളവിടെ വായിക്കുന്നേ? മാംസമായ ഹൃദയത്തെ അത് കഴിഞ്ഞിട്ട് 27-ാമത്തെ വാക്യത്തിൽ ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾക്ക് ദൈവം ഒരു പുതു മനുഷ്യ ഹൃദയത്തെ തരും. ആ പുതു മനുഷ്യ ഹൃദയം, പുതിയൊരു ആത്മാവ്, പുതിയൊരു മനുഷ്യാത്മാവിനെ തരും. ആ കല്ലായുള്ള ആ പഴയ മനുഷ്യാത്മാവ് മാറി പുതിയൊരു മനുഷ്യാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് ദൈവം തന്നിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ തന്നെ നമ്മുടെ ആത്മാവിലേക്ക് പകരും. നമ്മുടെ ആത്മാവിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ കുറിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിനെ തന്നെ നമ്മുടെ ആത്മാവിലേക്ക് പകർന്ന് നമ്മളെ കർത്താവ് അവിടുത്തെ ചട്ടങ്ങളെ നടക്കുമാറാക്കും എന്ന് നിങ്ങളുടെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. പലപ്പോഴും കർത്താവിന്റെ വചനത്തെ പ്രമാണിച്ച് അനുഷ്ഠിക്കാനൊക്കെ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. പക്ഷെ കർത്താവിന്റെ വാഗ്ദത്തം നമ്മെ സഹായിക്കും. ഇന്ന് നമ്മള് കണ്ണുകളടച്ച് ഇവിടെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, കർത്താവിലേക്ക് നമുക്ക് നോക്കാം. ഇന്ന് രാവിലെ മുതൽ കേട്ട കാര്യങ്ങള്, വചനങ്ങള് നമ്മൾക്ക് തിരിഞ്ഞു നോക്കാം. യേശുക്രിസ്തു എത്ര വലിയൊരു യാഥാർത്ഥ്യമാണ്, ചരിത്രപുരുഷനാണ്. അവിടുന്ന് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്നെ മാറ്റിമറിക്കുവാൻ അവിടത്തേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടുത്തെ പ്രവചനങ്ങൾ എത്ര കൃത്യമായിട്ട് അത് നിറവേറിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് വർത്തമാനകാലത്ത് പോലും ഇസ്രയേലിൽ കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങളൊക്കെ അവരെ ചിതറിപ്പോകുമെന്ന് പറഞ്ഞു, അവരെ മടക്കിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അവര് 1948 അവര് തിരിച്ച് ഒരു രാഷ്ട്രമായിട്ട് വലിയൊരു അത്ഭുതമായിട്ട്, അത് ലോകത്തിനൊരു മഹാത്ഭുതമായിട്ട് ഇസ്രായേൽ ജനത വീണ്ടും അവരൊരുമിച്ച് എബ്രഹാമിന് ദൈവം കൊടുത്ത ആ ദേശത്ത് തന്നെ ഇന്ന് അവർ പാർക്കുന്നു. ബൈബിള് ഇത്ര കൃത്യമാണെന്ന് പറയാൻ വേറെ എന്ത് തെളിവാ നമുക്ക് വേണ്ടത്? ആ ബൈബിള് പറയുന്ന ഈ സത്യദൈവം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്ന ആ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ, നമ്മളെ നിറയ്ക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മെ തന്നെ കർത്താവിന്റെ തിരുകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും കണ്ണടച്ച്, കുഞ്ഞുങ്ങളെല്ലാം എസ്പെഷ്യലി കണ്ണുകളടച്ച് കർത്താവിന്റെ മുമ്പാകെ, കർത്താവ് നിങ്ങളുടെ തൊട്ട് മുമ്പ് യേശു കർത്താവ് നിൽക്കുന്നു. നിങ്ങൾ കർത്താവ് മാത്രമേ ഇവിടെ ഉള്ളൂ. ആ ഒരു ബോധത്തോടെ നിങ്ങൾ നിൽക്കണം. എല്ലാ കുഞ്ഞുങ്ങളും കണ്ണടച്ച് നിൽക്കണം. കണ്ണടച്ച് യേശുവിനോടായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാ കുഞ്ഞുങ്ങളും കണ്ണടച്ച് യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. യേശുവേ, എന്റെ ജീവിതത്തിലെ പാപങ്ങളൊക്കെ ഞാൻ ഏറ്റുപറയുന്നു. എന്റെ ജീവിതത്തിൽ കർത്താവെ അറിഞ്ഞോ അറിയാതെയൊക്കെ ഞാൻ ഒരുപാട് അങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ട്. കർത്താവെ, ഒരു പക്ഷേ എന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും അറിയത്തില്ലായിരിക്കും, എന്റെ ചർച്ചിലെ പാസ്റ്ററിനും അങ്കിൾമാർക്കൊന്നും അന്ത്യമാർക്കൊന്നും അറിയത്തില്ലായിരിക്കും. പക്ഷെ കർത്താവെ, എന്റെ ജീവിതത്തിൽ ഒത്തിരി കറുത്ത പാടുകളുണ്ട്. ഒത്തിരി കർത്താവെ അങ്ങേക്ക് നിരക്കാത്തതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. കർത്താവെ ഞാനത് ഏറ്റുപറയുന്നു. നമുക്ക് കർത്താവിനോട് പറയാം. നമ്മൾ ആ കർത്താവിന്റെ വെളിച്ചത്തിലേക്ക് വന്ന് നമ്മളുടെ കുറവുകൾ, നമ്മളുടെ പാപങ്ങളെല്ലാം കർത്താവിനോട് ഏറ്റു പറയാം. നമ്മുടെ ചിന്തകളില്,
നമ്മുടെ വാക്കുകളില്, നമ്മുടെ പ്രവൃത്തികളിലൊക്കെ വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ കർത്താവിനോട് ഏറ്റു പറഞ്ഞ കർത്താവെ അവിടുത്തെ നിർമ്മല ജലം ആ രക്തത്താൽ എന്നെ കഴുകണമേ നാം പ്രാർത്ഥിക്കാം. ഇപ്പൊ തന്നെ യേശുവിന്റെ രക്തം നമ്മളെ എല്ലാവരെയും, നമ്മളെ ഉണ്ടായിരിക്കുന്ന എല്ലാവരെയും യേശുവിന്റെ രക്തത്തിന്റെ കൂടെ കഴുകട്ടെ. ഒരു പക്ഷെ നിങ്ങൾ ഒത്തിരി തവണ അത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കുക, എന്നാൽ ഇന്നൊരിക്കൽ കൂടെ ഫ്രഷ് ആയിട്ട് യേശുവിന്റെ രക്തം നിങ്ങളെ കഴുകണം. നമ്മളെല്ലാം കുറവുകളുള്ളവരാണ്, പാപങ്ങളുള്ളവരാണ്, അത്ര ഒരു അധപതിച്ച ജഡത്തിലുള്ളവരാ നമുക്ക് കർത്താവിനോട് ഏറ്റു പറയാം, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയാം. കർത്താവിനോട് കർത്താവെ അവിടുന്ന് നൊന്തും നീറിയും പിടഞ്ഞും ഒക്കെ അവിടുന്ന് കാൽവരി കുരിശിൽ എനിക്കായിട്ട് ആ രക്തം ചൊരിഞ്ഞ് കർത്താവെ ആ രക്തത്തന്നെ കഴുകണേന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ എന്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ അവിടുന്ന് എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് അവിടുന്ന് എന്റെ ജീവിതത്തിൽ രാജാവായിട്ട് തീരണം. ഞാൻ എനിക്കായിട്ടല്ല അങ്ങേക്കായിട്ട് ജീവിക്കും കർത്താവ്. ഇതുവരെ ഞാൻ എനിക്കായിട്ടൊക്കെ ജീവിച്ചു, ഭക്തിയുടെ ഒരു വേഷമൊക്കെ പുറമേ ഉണ്ട്. എന്നാൽ കർത്താവെ ഉള്ളിൽ അവിടുത്തെ അശക്തി ഇല്ലാതെ ഞാൻ ഒരു സ്വാർത്ഥനായിട്ട് എനിക്കായിട്ട് തന്നെ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. കർത്താവെ നമുക്ക് ഏറ്റു പറയാം, ഇനി യേശുവേ എനിക്ക് അങ്ങേക്കായിട്ട് മാത്രം ജീവിക്കണം, എന്റെ ഇഷ്ടമൊന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം മാത്രം മതി. കർത്താവെ എന്നെ സഹായിക്കണമേ, നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ രക്തത്താലിനെ കഴുകണമേ കർത്താവ്, അവിടുത്തെ ഹൃദയത്തിലേക്ക് വരണം. എന്റെ ജീവിതം ഞാൻ അങ്ങേക്കായിട്ട് കർത്താവെ സമർപ്പിക്കുന്നു. എനിക്കിനി ഒരു പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവെ. കർത്താവ് അതിലേക്ക് പോകുന്ന ഒരു ഹൃദയം, ഒരു ജഡമാണ് എനിക്കുള്ളത്. പക്ഷേ കർത്താവെ ഐ ഡു നോട്ട് വോണ്ട് ടു സിൻ എനിമോർ. ഒരു പാപം പോലും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്നെ സഹായിക്കണേ. ഒരു നിലവിളിയോട് നമുക്ക് കർത്താവിന്റെ ഇടയിലേക്ക് വരാം. ചുമക്കാരനായ മനുഷ്യൻ, ഇതാ ഞാൻ പാപിയായ മനുഷ്യൻ, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് മാറത്തടിച്ച് കരഞ്ഞതുപോലെ എനിക്ക് വലിയ പാപമൊന്നുമില്ലെന്ന് പറയുന്ന പരീക്ഷനെ പോലല്ല കർത്താവെ, ഞാനാണ് പാപി, ഞാനാണ് ഏറ്റവും വലിയ ആവശ്യക്കാരത്തി എന്ന് നമുക്ക് ഹൃദയം തൊട്ട് കർത്താവിനോട് പറയാം. കർത്താവെ എന്നെ രക്ഷിക്കണമേ, കർത്താവെ എന്നെ മാനസാന്തരപ്പെടുത്തണമേ, കർത്താവെ ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു, എന്റെ ജീവിതം അവിടത്തേക്കായിട്ട് തരുന്നു. നന്ദി കർത്താവെ, നന്ദി. ഇത്രത്തോളം കർത്താവെ എന്നെ നടത്തി കർത്താവെ, ഞാൻ എന്റെ ജീവിതത്തെ അവിടത്തേക്കായിട്ട് തരുന്നു. അവിടുന്ന് എന്റെ ജീവിതത്തെ കൊണ്ടുപോകുവാൻ, മുമ്പോട്ട് കൊണ്ടുപോകാൻ അവിടത്തേക്ക് കഴിയും. അവിടുത്തെ ജീവിതത്തിന്റെ രാജാവ് ഉടയവനായിട്ട് അവിടുന്ന് ആയിരിക്കുന്നതോട് ഞാൻ സ്തുതിക്കുന്നു. നന്ദി നമുക്ക് കർത്താവിനോട് പറയാം. കർത്താവിന് മുമ്പാകെ നന്ദിയോടെ ആ ഒരു സമർപ്പണത്തോടെ നമുക്കായിരിക്കാം. ദൈവപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുവിന്റെ സർവസ്വം മുൻപിലായിച്ചു കുമ്പിടുന്നു. ജീവനുവിന്റെ സർവസ്വം മുൻപിലായിച്ചു കുമ്പിടുന്നു. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുവിന്റെ സർവസ്വം മുൻപിലായിച്ചു കുമ്പിടുന്നു. ജീവനുവിന്റെ സർവസ്വം മുൻപിലായിച്ചു കുമ്പിടുന്നു. പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുവിന്റെ സർവസ്വം മുൻപിലായിച്ചു കുമ്പിടുന്നു.
അത് കർത്താവെ ഞങ്ങളത് സമ്പൂർണ്ണമായിട്ടും പിതാവെ അവിടുത്തെ മുമ്പാകെ സമർപ്പിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. എല്ലാ അന്ധകാരത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം ബന്ധിച്ച് കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് വിടുവിച്ചാട്ടെ, ഓരോ കുടുംബങ്ങളെയും വിടുവിച്ചാട്ടെ കർത്താവെ. വലിയൊരു വിടുതലും ആശ്വാസവും സാന്ത്വനവും സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ ഒന്ന് നിറയട്ടെ കർത്താവെ. ഞങ്ങൾ അതിനെ സമ്പൂർണ്ണമായിട്ടും അവിടുത്തെ മുമ്പാകെ അവിടുത്തെ പാതാര ബന്ധത്തിൽ കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങളെ തന്നെ ഒരു പൂജ്യമായിട്ട്, ഒരു സീറോ ആയിട്ട്, വട്ടപൂജ്യമായിട്ട് താഴ്ത്തുന്നു കർത്താവെ. പൊടിയോളം താഴ്ത്തുന്നു കർത്താവെ. ഞങ്ങൾ ഇതുമില്ല ഒന്നുമില്ലെന്ന് സമ്മതിക്കുന്നു കർത്താവെ. അവിടുന്ന് സർവശക്തനായ സൃഷ്ടാവായ ദൈവം, എല്ലാം സൃഷ്ടി ചെയ്ത സർവശക്തനായ ദൈവത്തിന് മുമ്പാകെ കർത്താവെ ഞങ്ങൾ എന്തുള്ളൂ കർത്താവെ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകി, അവിടുത്തെ സ്നേഹത്താൽ, ആ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിന്റെ അളവില്ലാത്തൊരു ഒഴുക്ക് കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് നിറയട്ടെ. അവിടുത്തെ സ്നേഹം ഞങ്ങളുടെ വന്ന് നിറയട്ടെ. അവിടുത്തെ സന്തോഷം, അവിടുത്തെ സമാധാനം ഞങ്ങളെ വന്ന് നിറയട്ടെ. ഒരു പുതിയ പ്രത്യാശയോടെ, പുതിയ സന്തോഷത്തോടെ, പുതിയ സമാധാനത്തോടെ കർത്താവെ ഞങ്ങൾ പോകട്ടെ. ഞങ്ങള് കർത്താവെ ഇനി ബ്രേക്കിന്റെ സമയത്തും ഇവിടുന്നുള്ള സെഷനുകളിലെല്ലാം അവിടുന്ന് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളോട് തുടർന്ന് സംസാരിക്കണം, ഞങ്ങളെ ഉണർത്തുകയും ഉത്സാഹിപ്പിക്കുകയും വേണം. കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും കർത്താവെ അവിടുത്തെ മുമ്പാകെ ഞങ്ങള് കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവര് കേട്ട വചനങ്ങള് അത് കർത്താവെ, അത് ഭൂതാത്മാക്കൾ വന്ന്, പക്ഷികൾ വന്ന് ആ വിത്തുകൾ കൊത്തിയെടുത്തുകൊണ്ട് പോകാതെ കർത്താവെ നല്ല നിലത്ത് വീണ് നൂറുമേനി ഫലം കായ്ക്കുമെന്ന് തക്കവണ്ണം കർത്താവെ അവര് യേശുവിന് അമ്മ മറിയം പറഞ്ഞതുപോലെ ഇതാ അവിടുത്തെ ദാസൻ ദാസി അവിടുത്തെ വചനം പോലെ ഇല്ലാവട്ടെ, യേശുവിനിൽ ഉരുവാകട്ടെ എന്ന് പറഞ്ഞ് വചനത്തിന് കീഴടങ്ങുവാനായിട്ട് കുഞ്ഞുങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മധുരമുള്ള നാമത്തിൽ തന്നെ ആമേൻ.